أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുദ്ധി അങ്ങേയറ്റം ചിന്തിച്ചെടുക്കുന്ന ബുദ്ധിയാണ്, വലിയ ആഴത്തിലേറിയ ബുദ്ധിയാണ്. അതുകൊണ്ട് എന്താക്കും, ഓരോന്നിനും അനുയോജ്യരായ ആളെ നിയമിക്കലാണ്. അത് വേറെ ആൾ ആവശ്യപ്പെട്ടാൽ കൊടുക്കൂല. അതിൽപ്പെട്ടതാണ് ബുദ്ധിജീവികളും വലിയ ദക്കാവുള്ള ആളുകളെ ദൂതന്മാരെ എന്താക്കും, തങ്ങൾ തെരഞ്ഞെടുക്കും. എവിടത്തേക്ക്? ലിയബ്അസഹും ഇലൽ ഉമറാഇ വൽ മുലൂക്ക്, രാജാക്കന്മാരിലേക്ക് അമീറന്മാരിലേക്ക് അയക്കാൻ പറ്റുന്ന അതിനെ പറ്റുന്ന ആളെ തിരഞ്ഞെടുക്കും. അവരോട് പോയിട്ട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് അറിയുന്ന ആൾ. യുബല്ലിഗൂന, ഇതെന്താക്കണം, ദീനിന്റെ ദൗത്യം അവർക്ക് എത്തിക്കണം. വയുദ്ലൂന ബിൽ ഹുജജിൽ മഅഖൂല, അഖലിന് യോജിക്കുന്ന ഹുജ്ജത്തുകൾ അവരുടെ മുമ്പിൽ എന്താക്കും, അവതരിപ്പിക്കും. വൽ ഹിക്മൽ മഖ്മൂല, സ്വീകാര്യമായ ഹിക്മത്തുകളും അവർ രാജാക്കന്മാരോട് അവതരിപ്പിക്കും. അതിന് പറ്റുന്ന ആളല്ലെങ്കിൽ രാജാവ് എന്താകും, പോയിക്കോന്ന് പറയും. യശ്ഹദു ലഹും ബിദാലിക, എന്താ അതിന് സാക്ഷ്യം വഹിക്കുന്ന സംഗതി എന്താ? ഹുസ്നു അറളിഹിം ഫീ മവാഖിഫിഹിം മഅൽ മുലൂക്ക്, ഇത് ആ പോകുന്ന ദൂതന്മാര് രാജാക്കന്മാരുമായി സമീപിക്കുന്ന അവസരത്തിൽ, അവരുമായി നിൽക്കുന്ന അവസരത്തിൽ എന്താക്കും, അവർ അവതരണത്തിന്റെ ശൈലി, ആ മെച്ചമായ ശൈലി നോക്ക്. വഖുവ്വതു ബയാനിഹിം വബുർഹാനിഹിം, അവർ അവതരിപ്പിക്കുന്ന തെളിവുകൾ, അവരുടെ ബയാൻ, ഇതെല്ലാം അതിന് സാക്ഷ്യം വഹിക്കും. ഫഹാദൽ അലാഉ ബിനുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു നോക്കാം. യബ്അസുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂപ്പർ അയക്കുന്ന ഇവിടത്തേക്ക് മുൻദരി ബിൻ സാബ മുൻദരി ബിൻ സാബ എന്ന് പറഞ്ഞ ബഹ്റൈനിൽ അമീറാണ്. ബഹ്റൈനിൽ അവിടത്തേക്ക് അയക്കുന്നത്. വമഅഹു കിതാബ്, തങ്ങൾ ആരുടെ കൂടെ? അലാഹിന്റെ കൂടെയുണ്ടൊരു കിതാബ്, ഒരു എഴുത്ത്. യദ്ഉഹു ഇലൽ ഇസ്ലാം, ഈ മുൻദരി ബിൻ സാബാനെ എവിടത്തേക്കണം? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടിട്ട്. അങ്ങനെ ഫലമ്മ ഖദിമ അലൈഹി, ഈ അലാ റളിയല്ലാഹു അൻഹു എത്തി, അവിടത്തേക്കെത്തി. കാലലഹു, അവരോട് പറഞ്ഞ ശൈലി നോക്കുക. ഈ ശൈലിയുള്ള ആളുകൾ എന്താക്കും, തങ്ങൾ കണ്ടെത്തിയിട്ട് അവരെ അയക്കുന്നു. ഞാൻ പോകാന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ അയച്ചു കൊടുക്കൂല. യാ മുൻദിറു, അവിടെ മുൻദിർ ബിൻ സാബാനെ വിളിക്കുന്നത്. ഇന്നക അലീമുൽ അഖൽ, നിങ്ങൾ വലിയ ബുദ്ധിമാനായ ആളാണ്. ഫലാ തസൂറന്ന ഫിൽ ആഖിറത്ത്, നിങ്ങൾ ചെറുതായി പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പുറം കേട്ടോളാൻ പറഞ്ഞാണ് നിങ്ങളെ മതയാന്ന്. ആഖിറത്തിൽ നിങ്ങൾ ചെറുതാകാൻ പാടില്ല. എന്നിട്ടോ ഇവർ മജൂസിയായ ആളാണ്, തീയിനെ ആരാധിക്കുന്നത്. ആര്? ഈ മുൻദിർ. ഇന്ന ഹാദിഹിൽ മജൂസിയ്യത ശർറു ദീനിൻ, ഈ മജൂസിയ ദീൻ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ദീനാണ്, അതിനൊരു ഉപകാരമില്ല. ലൈസ ഫീഹാ തക്രീമുൻ ലിൽ അറബി, അറബികൾക്ക് അതിലൊരു ആദരവ് പോലും, അവർ തീനെ ആരാധിച്ചത് പോലും അതിനെക്കൊണ്ടൊരു പോലീസൊന്നും കിട്ടാനില്ല. വലാ ഉലമ ഇൻദ അഹ്ലിൽ കിതാബി, അത് ഒന്ന് ആരാധിക്കുന്ന തീയിലേക്ക്. പിന്നെ കുടുംബക്കാരെ തന്നെ പെണ്ണിട്ടാന്നാണ് ഓർ തീരുമാനിച്ചത്. അതാ പറയുന്നത്. വലാ ഉലമ ഇൻദ അഹ്ലിൽ കിതാബിന്റെ അടുക്കൽ അറിയപ്പെട്ടിട്ടില്ല അന്നഹും യൻകിഹൂന മാ യുസ്തഹിയ മിൻ നിക്കാഹിഹി, നിക്കാഹിൽ ലജ്ജിക്കപ്പെടുന്ന ആളുകൾ എന്താക്കൂല, നിക്കാഹ് ചെയ്യൂല. അതായത് കുടുംബക്കാർ നിക്കാഹ് ചെയ്യൂല, മഹറമിനെ നിക്കാഹ് ചെയ്യൂല. വയക്കുലൂന മാ യുതകറമു അൻ അക്ലിഹി, തിന്നുന്നതിനെ തൊട്ടിട്ട് മാന്യത പാലിക്കുന്ന സാധനം തിന്നതായിട്ടും അറിയപ്പെടുന്നില്ല. അപ്പൊ വയക്കുലൂന തിന്നുമെന്നല്ല, അന്നഹും യൻകിഹൂന, എന്റെ വാക്യത്
തിന്നൂല. വയഅ്ബുദൂന ഫിദ്ദുന്യാ, ദുന്യാവിൽ അവർ ആരാധിക്കുന്നത് നാറൻ, തീനെ. എങ്ങനത്തെ തീ? തഅ്കുലുഹും, ആ തീ ഇവരെ തിന്നും യൗമൽ ഖിയാമത്തിൽ. അപ്പൊ വലസ്ത അബി അദീമിൽ അഖൽ മുൻദിറ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത ആളല്ലല്ലോ. വല റഅയി, ഒരു അഭിപ്രായമോ ഒന്നുമില്ലാത്ത ആളല്ലല്ലോ. ഫൻദുർ, നിങ്ങൾ ചിന്തിക്കണം. ഹൽ യംബഗി, പറ്റിയ കാര്യമാണോ ആർക്ക്? ലിമൻ ലാ യുകദ്ദബ ഫിദ്ദുന്യാ, ദുന്യാവിൽ അല്ലെങ്കിൽ ലാ യക്ദിബു, അല്ലെങ്കിൽ ദുന്യാവിൽ കളവേ പറയാത്ത ഒരാളുണ്ട്. ആരെ പറ്റിയാ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അല്ലാ തുസദ്ദിഖഹു, നിങ്ങൾ അവർ സത്യമാക്കാതിരിക്കൽ പറ്റിയ കാര്യമല്ലല്ലോ. തിരിയുന്നുണ്ടാ? പന്നി മാംസമല്ലോ കണ്ടുപിടിക്കുന്നത്, പന്നി മാംസം തിന്നുന്ന ഇതും. വലിമല്ല യഹൂരു, വഞ്ചിക്കാത്തൊരാളെ അല്ലാത്ത വിശ്വസിക്കാതിരിക്കാൻ പറ്റുമെന്ന്. അതപ്പോൾ ഈ രണ്ട് വസ്ഫാരിക്കാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലാ പറയുന്നത്. ഒരാളെ നമുക്കുണ്ട്. വലിമല്ല യുഖ്ലിഫു, ലംഘനം വരുത്താത്ത ഒരാൾക്ക് അല്ലാതുള്ള തസിഖബിഹി, അവരെ കൊണ്ട് ഒരു വിശ്വാസം തോന്നാതിരിക്കല്, ഇത് വെച്ചതാണോ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള 3 വസ്ഫ് ഇവിടെ പറഞ്ഞു. ഒന്നെന്താ? ദുന്യാവിൽ കളവ് അറിയൂല എന്ന് ശാസ്ത്രത്തിൽ പറയുന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ദുന്യാവ കാണുന്നുള്ളൂ. ദുന്യാവിൽ വന്ന ശേഷം മുതൽ കളവ് പറഞ്ഞിട്ടില്ല. അപ്പൊ അവരെ വിശ്വസിക്കാതിരിക്കുക. അതുപോലെ യാതൊരു വഞ്ചനയും ചെയ്യാത്ത ഒരാളെന്താക്കല് നിങ്ങൾ അമ്നി. അതുപോലെ വല വരിമല്ല യുഖ്ലിഫു അല്ലാ തസിഖ ബിഹി, വിശ്വാസം വഞ്ചന മുഖാലഫത്ത് വരുത്താത്ത, ഖുൽഫുൽ വഅദ് വരുത്താത്ത ഒരാളെ വസൂഖാക്കാതിരിക്കല്, ഇത് പിറ്റേ പണിയാ. അതല്ല ചെയ്യേണ്ടത്. ഫൈൻകാന ഹാദാ ഹകദാ, കാര്യം ഇങ്ങനെയാണെങ്കിൽ ഫഹാദാ ഹുവ നബിയ്യുൽ ഉമ്മിയ്യു, ഈ പറയപ്പെട്ട വസ്ഫുള്ള ആളാരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലദീ, എങ്ങനത്തെ നബി? വല്ലാഹി ലാ യസ്തതിഉ ദൂ അഖിലൻ അൻ യഖൂല, അക്കലുടയ ഒരാൾക്ക് പറയാൻ കഴിയൂല എന്ത്? ലൈത മാ അമറ ബിഹി നഹ അൻഹു, തങ്ങൾ കൽപ്പിച്ചൊരു കാര്യം വിരോധിക്കേണ്ടതാണെന്ന് ബുദ്ധിജീവി പറയൂല. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പൊ മിന്നാന്ന് ഒരാൾ ചോദിക്കുക, ഞാൻ പറഞ്ഞു ഞാൻ സബക്ക് തേച്ചൊടിങ്ങി ഉറങ്ങിയിട്ടുണ്ട്. അതായത് ദീൻ കൊണ്ടുവന്ന അമ്രും നെഹിയും എടുത്തു നോക്കിയാൽ ബുദ്ധിക്ക് വെച്ചു കൊടുത്താൽ അതങ്ങനെ സ്വീകരിക്കുന്ന പറയും. വമാ നഹ അൻഹു, തങ്ങൾ വിരോധിച്ച ഒരു കാര്യം അമറ ബിഹി, കൽപ്പിക്കണമായിരുന്നു എന്ന് ബുദ്ധി പറയൂല. അന്ന് ചോദിക്കും ബുദ്ധിക്ക് ഉൾക്കൊള്ളത് ഗൈബ് വിശ്വസിക്കാൻ പറ്റി ഗൈബിന് വിശ്വാസയോഗ്യന ഒരാളെ നിയമിച്ചു തന്നിട്ടുണ്ടല്ലോ. അതിനെ നേരത്തെ പറഞ്ഞത് ജീവിതത്തിൽ കളവ് അറിയാത്ത ഒരാളെ തസ്തിക്കാക്കി ആക്കാതിരിക്കൽ പറ്റിയതില്ലല്ലോ. ഔ ലൈതഹു സാദ ഫീ അഫ്വിഹി, അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുന്ന വിഷയത്തിൽ കുറച്ചും കൂടി കൂട്ടണമായിരുന്നു എന്ന് ബുദ്ധി പറയൂല. ആ ശിക്ഷ അനിവാര്യമാണെന്ന് തന്നെ പറയൂ. ഔ നഖസ മിൻ ഇഖാബിഹി, കൊടുത്ത ശിക്ഷ കുറക്കണമെന്ന് പറയൂല. എല്ലാം അതിനെ കറക്റ്റ് പോലെ. ഇത് കുല്ലു ദാലിക മിൻഹു അലാ ഉമ്മിയ്യത്തി അഹ്ലിൽ അഖൽ, തങ്ങളുടെ പക്കൽ നിന്നുള്ള അമ്രാവട്ടെ, നെഹിയാവട്ടെ, മാപ്പ് കൊടുക്കലാവട്ടെ, ശിക്ഷിക്കലാവട്ടെ, എല്ലാം തന്നെ അക്കലിന്റെ ബുദ്ധിയുടെ അഹലുകാർക്ക് അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഉണ്ടായില്ല. അതെന്ന് ചോദിക്കും അബൂജഹൽ. അബൂജഹലിന് അത്തരത്തിലുള്ള ബുദ്ധിയിലല്ല. ആ ബുദ്ധി എന്താക്കി? വേറെന്തല്ലോ കീഴടക്കിയില്ലേ? വഹമുകൾ കീഴടക്കി. ബുദ്ധിന്റെ പണി എന്താണ്? ഫഹ്മാന്ന്, കാര്യം തിരിയലും. ഇപ്പുറം മറുവശം ഉണ്ടാകും. അക്കലിനോടും ഷറായിനോടും യോജിക്കാത്ത വഹമുകൾ ഉണ്ടാകും. ഈ വഹം എന്താക്കും? എന്റെ ഫഹമിനെ പിടിച്ചടക്കി. അപ്പൊ ഫഹം ഏറുന്തോറും എന്താക്കും? ഫഹം കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഫഹമേ ഉണ്ടാവൂല. അതല്ല ഇപ്പം നടക്കുന്നത്. എന്തൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ടല്ല ഇസ്ലാമിനെ കൊണ്ടാണ് ചെയ്ത്. എന്നിട്ട് ഇതിങ്ങനെ കുറെ ഇസ്ലാമിക ജ്യോത്സ്യം എന്നിവിടെ ജ്യോത്സ്യന്മാർ മുഖേന ഉമ്മത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇറങ്ങലിൽ വിളിച്ചാൽ കടമ്പോടോന്ന് ചിന്തിച്ചാൽ ആ ചെറിയ കുഞ്ഞിനോട് ചോദിച്ചാൽ ഇറങ്ങലിൽ വിളിച്ചാൽ കടമ്പൂടോ മോനെന്ന്. അതേപോലെ ഫഹം ഇപ്പുറം ഉണ്ടെന്ന് ഇതാവൊക്കെ തോന്നിയാൽ കടമ്പൂടോന്ന് ഒത്തിരി പറഞ്ഞാൽ അങ്ങനെ തന്നെ അവിടെ മാറ്റി നിർത്തി ഇറങ്ങലിൽ വിളിപ്പിക്കുക.
സമുദായത്തിൽ നടക്കുന്നതാണ്. ഇതിന് കുറെ ഏജന്റുമാർ, അതാണ് ദീനന്റെ ദേശക്കാരെന്നാ പറയുന്നത്. അതിനെതിരെ പറഞ്ഞാളാ കൊല ഭീഷണി വരെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ദുലുമാതിൽ വഹ്മി, വഹമിന്റെ കുറേ ഇരുട്ടുണ്ട്, അതിൽ നിന്ന് ഞങ്ങളെ പുറത്തിറക്കണം, ഇലാ നൂരിൽ ഫഹ്മി, ഫഹമിന്റെ നൂറ്. അവിടെ അൻവാർ എന്ന് പറഞ്ഞിട്ടില്ല, നൂറ് മുഫറദാക്കിയിട്ടാ പറഞ്ഞു. ഉണ്ട് അള്ളാഹുവിന്റെ പക്കത്ത് കിട്ടുന്ന നൂറേ ഉണ്ട്. ഇവിടെ നുലമാത്ത് ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ ആളുണ്ട്. അതാ ഇത് കുല്ലുദാലിക, ആ പറഞ്ഞ മുഴുവനും, ഇത് അംറ്, നെഹ്യ്, ശിക്ഷ, മാപ്പ് കൊടുക്കൽ, ഈ കാര്യമെല്ലാം ഇന്നു ആ ഉമ്മിയായ നബിയുടെ വക്കൽ നിന്ന് അലാ ഉമ്മിയത്തി അഹ്ലിൽ അഖൽ, ബുദ്ധിജീവികളുടെ ആഗ്രഹം പോലെ തന്നെ ഉള്ളത്. അപ്പൊ ബുദ്ധി കൊണ്ട് മാത്രം ഈമാൻ കണ്ടെത്താൻ കഴിയൂല. പിന്നെ ബുദ്ധിക്ക് അപ്പുറം വേറെ കാര്യമുണ്ടല്ലോ. വഫിക്കിരി അഹ്ലിൻ നളർ, ചിന്തകന്മാരുടെ ഫിക്കിറിനോടും യോജിച്ചുണ്ടാവുള്ളത്. ഈ സംഗതി എന്തൊക്കെ തീർന്നു. അപ്പൊ മുൻസിർ പറഞ്ഞു, ഖദ് നളർതു ഫീ ഹാദല്ലദീ ബിഫീ യദയ്യ, എൻ്റെ കൈമ്പിലുള്ള ഈ ദീനെ പറ്റി ഞാൻ പണ്ടേ ചിന്തിക്കുന്നുണ്ട്. ഏത് ദീനുൽ മജൂസി. ഫവജത്തുഹു ലിദ്ദുന്യ, ദുന്യാവിന് വേണ്ടി എന്തെങ്കിലും ആക്കാന്നല്ലാതെ കണ്ട് ദൂരം ആഖിറത്തിലേക്ക് ഒരു ഉപകാരം ഇടാൻ ഞാൻ പണ്ടേ ചിന്തിച്ചതാന്ന് അയാൾക്ക് തിരിഞ്ഞു. വനളർതു ഫീ ദീനിക്കും, നിങ്ങളെ ദീനിൽ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ഫറഅയ്തുഹു ലിൽ ആഖിറതി വദ്ദുന്യ, ആഖിറത്തിനും പറ്റും ദുന്യാവിനും പറ്റും എന്നാ പറഞ്ഞത്. അപ്പൊ മൂപ്പർ ചോദിക്കുന്നത്, ഫമാ യംനഉനി, എന്താണ് എന്നെ തടയുന്നത്? അതേ തടയാനൊന്നുമില്ല. എന്തിന്? മിൻ ഖബൂലി ദീനി, ഒരു ദീനിനെ അംഗീകരിക്കുന്ന വിഷയത്തിൽ. എങ്ങനെയുള്ള ദീന്? ഫീഹി ഉംനിയത്തുൽ ഹയാത്തി വറാഹത്തുൽ മൗത്ത്, മൗത്തിന്റെ റാഹത്തും അതിലുണ്ട്, ഹയാത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം ആ ദീനിലുണ്ട്. ആ ദീൻ സ്വീകരിക്കലിനെ തൊട്ട് എന്നെ തടയുന്ന കാര്യം എന്തുണ്ട്? ഒന്നും തടഞ്ഞിട്ടില്ല. വലഖദ് അജിബ്തു അംസി, കഴിഞ്ഞ കാലത്ത് ഞാൻ അജബായി, മിമ്മൻ യഖ്ബലു, അത് സ്വീകരിക്കുന്ന ആളെ പറ്റിയിട്ട് അജബ്. ഇത് ഈ ദീനെങ്ങനെ സ്വീകരിക്കുന്നത് അജബ. ഇന്നെനിക്ക് തിരിഞ്ഞെന്താണ് സ്വീകരിക്കാതിരിക്കുന്ന അജബായി, നേരെ തിരിച്ച്. ഐ യദ്ഖുലു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ മിമ്മൻ യഖ്ബലുഹു അർത്ഥം എന്താ? യദ്ഖുലു ഫിൽ ഇസ്ലാം. വഅജിബത്തുൽ യൗമ, ഇന്നോ മിമ്മൻ യറുദ്ദുഹു ഐ ലാ യദ്ഖുലു ഫീഹി, അതിൽ പ്രവേശിക്കാത്ത കാര്യത്തിനെ ആളുകളെ കുറിച്ചാണ് എനിക്ക് ഇപ്പൊ അത്ഭുതം തോന്നുന്നു. എങ്ങനെ അത് സ്വീകരിക്കാണ്ടിരിക്കുന്നു? അപ്പൊ മൂപ്പർ അവല കൊണ്ടും സ്വീകരിച്ചിട്ടുണ്ടെന്നായി. മാ അന്നഹുൽ മാഖൂൽ, അത് ബുദ്ധിക്ക് യോജിച്ചത് അതാണ്. എന്നിട്ട് പറഞ്ഞു, വഇന്ന മിൻ ഇഅ്ലാമി മാ ജാഅ ബിഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒന്നിനെ ആദരിക്കൽപ്പെട്ടതാണ് അൻ യുഅ്ലമ റസൂലുഹു, ആ റസൂലിനെ ആദരിക്കൽ. അപ്പൊ എന്താക്കും? ആ റസൂലാച്ച നിങ്ങളെ ആദരിക്കണം. വസഅൻദുറു, അതുകൊണ്ട് ഞാൻ ചിന്തിക്കാൻ ദീനിൽ കൂടണോ വേണ്ടോ എന്ന് ചിന്തിക്കലല്ല, മദീനത്തേക്ക് പോണോ പോണ്ടോ എന്ന് ചിന്തിക്കുന്നു. ഹദീസ് അർത്ഥം വെക്കുമ്പോൾ ചിന്തിക്കണം. വസഅൻദുറു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ കൂടും അല്ലെങ്കിൽ കൂടൂല എന്നല്ല. ഐ ഫീമാ അസ്നഉ, ഞാൻ എന്ത് ചെയ്യണം? ഇലാ മിനൽ ദഹാബി ഇലാ ഹാദർ റസൂൽ, ഈ റസൂലിലേക്ക് പോകണമോ അത് മുക്കാത്തബത്തിൽ എഴുത്തുമായി ബന്ധപ്പെട്ടാൽ മതിയോ? എന്നിട്ട് ഇസ്ലാമിലേക്ക് കടക്കണോ കണ്ടിരിക്കും, അതല്ല. അതിന് മുമ്പർക്ക് തെറ്റിദ്ധാരണയില്ല. കാരണം ഇതിൽ കടക്കാത്ത ആളെ പറ്റി ഞാൻ അത്ഭുതപ്പെട്ടു എന്നല്ല പറഞ്ഞേ. ലാഫി അന്നഹു യുസ്ലിമു ഔ ലാ യുസ്ലിമു, മുസ്ലിം ആകണമോ വേണ്ടയോ എന്നല്ല ഇവിടെ ഇന്നാറ്. അപ്പൊ ഫഇന്ന ഖൗലഹു വഅജിബത്തുൽ യൗമ മിമ്മൻ യറുദ്ദുഹു, ആ ദീനിനെ തള്ളിപ്പറയുന്ന ആളെ ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇഅ്തിറാഫും മിന്നു ബിഅന്നഹു ദീനു ഹഖ്ഖിൻ, ഹക്കായ ദീനാന്നുള്ളത് സ്വയം സമ്മതിക്കലായി. അപ്പൊ ഒറ്റ വാക്കുകൊണ്ട് തന്നെ എന്താക്കി? മൂപ്പറ ഇസ്ലാമിലേക്ക് കൂട്ടിക്കളഞ്ഞു. ആ പറയേണ്ട നിയമപ്രകാരം കൊണ്ട് പറഞ്ഞിട്ട് ഇതൊന്നും ഓടിയാമോ. ഇനി രണ്ടാമത്തത് വഹാദൽ മുഹാജിർ, ഇതിന്റെ കഴിഞ്ഞ് മുന്തിരന്റെ വിഷയം പറഞ്ഞു. ഇനി മുഹാജിർ ഇബ്നു അബി ഉമയ്യത്തുൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു, ആരാന്നറിയോ? ഷഖീഖ് ഉമ്മു സലമ ബീബിന്റെ ആങ്ങളെയാണ്. ആര്? മുഹാജിർ.
ഉമ്മു സലമ ആരാന്ന്? ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ. ബഅസഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓറ അയച്ചതെടുത്തേക്ക് ഇലൽ ഹാരിസ് ഇബ്നു അബ്ദി കുലാൽ. ഫകീഫിലാന്ന് ഹാരിസ് ഇബ്നു അബ്ദി കുലാൽ അഹദ് മംലൂക്ക് ഹിംയർ, ഹിംയറിലെ രാജാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് ആര്? ഹാരിസ്. ചരിത്രം പഠിക്കണേ. ഫലമ്മ ഖദിമ അലൈഹിൽ മുഹാജിർ റളിയല്ലാഹു അൻഹു അവിടെ വന്നപ്പോൾ ഖാല ലഹു, ഹാരിസിനോട് പറഞ്ഞെന്താന്ന്? യാ ഹാരിസു ഇന്നക കുൻത അവ്വല മൻ അറദ അലൈഹിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ കുറിച്ചും തങ്ങൾ ആരാണെന്നതിനെ കുറിച്ചും അവതരിപ്പിച്ച ആദ്യത്തെ കബീലക്കാരാണ് നിങ്ങൾ. ഇപ്പം ഖതീഅത്താൻ, പക്ഷെ നിങ്ങൾക്കന്ന് എന്നാക്കില്ല, വന്നു ചേരാൻ കഴിഞ്ഞില്ല, നിങ്ങളതിൽ പഴച്ചു. അവിടുന്ന് സക്കീഫെന്ന് എറിഞ്ഞോടിക്കല്ലേ ചെയ്തത്. വഅൻത അലമുൽ മുലൂക്കി ഖദ്റ, നിങ്ങൾ ആദരവിനാൽ വലിയ ആദരവുള്ള രാജാവാണ്. അവിടെ ഇങ്ങനൊന്നും ആയാൻ പറ്റൂല. വഇദാ നളർത ഫീ ഗലബത്തിൽ മുലൂക്ക്, രാജാക്കന്മാർ ചിലർ വിജയിക്കുന്നുണ്ടല്ലോ. ഫൻദുർ ഫീ ഗാലിബിൽ മുലൂക്ക്, ഭൂരിപക്ഷം രാജാക്കന്മാരിൽ നോക്കണം, ഒരാളെ മാത്രം നോക്കിയാൽ പോരാ. ഇന്ന ഒരു ഫുലാൻ രാജാവ് വിജയിച്ചിട്ടുണ്ട് പോലും എന്ന് പറഞ്ഞാൽ ബാക്കി 99 കൂടി നോക്കണം. വൈദാ സർറക യൗമക, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കി എന്ന് വെച്ചാൽ അതൊക്കെ നാളെ പേടിക്കേണ്ടിട്ട്. തൂത്തിൽ മുൽക്ക മന്തഷാവു ആണെങ്കിൽ തൻസിമുൽ മുൽക്ക മിമ്മന്തഷാവു ഇല്ലിപ്പറോ. വഖദ് കാന ഖബലക മുലൂക്കുൻ, നിങ്ങൾക്ക് മുമ്പ് കുറേ രാജാക്കന്മാർ കഴിഞ്ഞുപോയി. ദഹബത്ത് ആസാറു, അവർ ആസാറ് പോലും പോയിട്ടുണ്ട്. വബഖിയത്ത് അഖ്ബാറു, അഖ്ബാർ ബാക്കിയായി. ഇന്ന പണ്ട് രാജാവ് ഉണ്ടായിരുന്നോ അയാൾ എന്താക്കി? ഫിറോൻ അത്ബൽ നോക്കാം. അന റബ്ബുക്കുമുൽ അല എന്ന് പറഞ്ഞ ഒരാളാണ് ചത്തിട്ട് പൊട്ടുന്നു. ആശു തവീലൻ, അവർ കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. വഅമലു ബഈദൻ, വളരെ വിദൂരമായി പല ആഗ്രഹങ്ങളും വെച്ചിട്ടുണ്ട്. വതസബ്ബദു ഖലീല, പക്ഷെ പരലോകത്തേക്ക് ഒന്നും ശേഖരിച്ചിട്ടില്ല. തസബ്ബുദ് കിതാബ് എന്തെങ്കിലും നോക്ക്. ഫമിൻഹും മൻ അദ്റകഹുൽ മൗത്ത്, അതിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുമുണ്ട്. വമിൻഹും മൻ അകലതുഹുൻ നിഖമു, അല്ലാഹുവിൻ്റെ അദാബുകൾ അവരെ പിടിച്ച് തിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദാബിൽ മറ്റേത് സാധാരണ മൂത്ത്. അതുകൊണ്ട് വാന അദുഉക ഇലർ റബ്ബി, ഒരു റബ്ബിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. അല്ലദീ ഇൻ അറത്തൽ ഹുദാ, നീ ഹിദായത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ ലം യംനക, റബ്ബ് അതിന് തടസ്സം നിൽക്കൂല. ആരെങ്കിലും വിശ്വസിക്കാൻ നോക്കുമ്പോൾ പടക്കം താഴുന്നുണ്ടാ. അങ്ങനെയാണ് ഓരോരുത്തരെ മനസ്സിലാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കിയെന്നല്ല പറയുന്നത്. ഖുർആന്റെ നാഹിർ അർത്ഥം വെച്ചിട്ട് എന്താക്കി? അല്ല തടഞ്ഞിട്ടാ ഞാനാകട്ടെ. അല്ല തടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 1,00,000 അമ്പിയാക്കൾ അയക്കണാണ് തടയിലാന്ത. അതാതെന്നെ തടഞ്ഞാൽ പോലെ ഇവരോ വന്നിട്ട് അടിയും കുത്തെല്ലാം കൊണ്ട് തടയാൻ. വയൻ അറാദക ലം യംനഉഹു മിൻക അഹദുൻ, നിനക്ക് അല്ലാഹു തആല നൽകാനോ അല്ലെങ്കിൽ നൽകാതിരിക്കാനോ ഉദ്ദേശിച്ചാൽ ആരും തടയൂല. വയംസസ്കല്ലാഹു ബിദ്ദുർരി ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അല്ല മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹു, തടഞ്ഞു വെക്കുന്ന ആളില്ല. വമാ യുംസിക്, വല്ലതും തടഞ്ഞു വെച്ചോ ഫലാ മുർസില ലഹു. ഇനി അള്ളാഹുലേക്ക് ക്ഷണിച്ച അള്ളാഹിന്റെ വസ്വായി പറഞ്ഞു വന്നത് തങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. അല്ലദീ ലൈസ ശൈഉൻ അഹ്സന മിമ്മാ യഅ്മുറു ബിഹി, തങ്ങൾ കൽപ്പിക്കുന്ന ഒരു കാര്യത്തിനേക്കാണ് അഹ്സനായ ഒരു സാധനമില്ല. വലാ അക്ബഹ മിമ്മാ യൻഹാ അൻഹു, തങ്ങൾ വിരോധിക്കുന്നതിനേക്കാണ് ചീത്തയായ ഒരു സാധനവുമില്ല. പറയാൻ നല്ല വാക്ക് സാമർത്ഥ്യത്തിലല്ലേ പറഞ്ഞത് ഇത്. വഅലം അന്നലക റബ്ബൻ യുമീതുൽ ഹയ്യ, ഹയ്യിനെ മരിപ്പിക്കും. വയുഹയ്യിൽ മയ്യിത്ത, അത് അള്ളാഹിന്റെ ഔസാഫ പറയുന്നു. നൂത്തിൽ എന്നതില്ലേ തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വതുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി വയഅലമു ഖായിനതൽ അഅ്യുൻ, കണ്ണുകളെ കട്ടുനോട്ടം വരെ അല്ലാഹു തആല അറിയും. ഉമാ തുഖ്ഫിസ് സുദൂർ, മനസ്സിൽ വെച്ച് പുലർത്തുന്ന കാര്യങ്ങളും അറിയും. അങ്ങനത്തെ റബ്ബുണ്ട് എന്നെല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് കമാഫിൽ റൗദുൽ ഉൽഫ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹിഷാമിന്റെ ഷറഹാണ്. ഏത് റൗദുൽ ഉൽഫ്, ഇവിടെയുള്ള കിതാബാണ്.
ഇനി നോക്ക് മറ്റൊന്ന് 9. അത് സാമ്പിൾ ഇങ്ങനെ പറഞ്ഞു മതിയാക്കിയത് അതെന്നെ നന്ന ഷോർട്ടായി പോയി. മുആമലതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുസ്നു സിയാസതിഹി, തങ്ങളുടെ ഇടപെടൽ, അതുപോലെ തങ്ങൾ സംഗതി ഉണ്ടാക്കുമ്പോൾ അത് തങ്ങളെന്താക്കും കൺട്രോൾ ചെയ്തിട്ട് എന്താണ് വേണ്ടത് അത് ഉണ്ടാകും, വേണ്ടാത്തന്നെ ഒഴിവാക്കിയിട്ട് വഹുസ്നു സിയാസ അതിനെ ഭരണം. മുദാറാത്തുഹു ലിന്നാസ്, ജനങ്ങളെ മുദാറാത്ത്, മുദാഹനത്തല്ല, മുദാഹനത്ത് എന്ന് പറഞ്ഞാൽ ആളെ സോപ്പിട്ടിട്ട് അവൻ തട്ടിപ്പാക്കിയിട്ട് കൈമലാക്കലാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എതിർക്കുന്ന, കോപിക്കുന്ന അല്ലെങ്കിൽ ദുസ്വഭാവമുള്ള ആളുകൾ എന്താക്കും നല്ല നിലക്ക് പറഞ്ഞിട്ട് അവർ ശരിയാക്കലാണ് മുദാറാത്ത്. അപ്പൊ മുദാറാത്ത് ശറയിൽ വേണ്ടതാണ്, മുദാഹനത്ത് പാടില്ലാത്തതുമാണ്. ഇത് കാഴ്ചയിൽ വലിയ തോന്നുക. ഇതുപോലെ ദഅത്ത് എന്ന് പറഞ്ഞാൽ ശറയിൽ വേണ്ടാത്തതാണ്, അത് സഫരി ടൈപ്പ്. അങ്ങോട്ട് കിബറ അതും വേണ്ടാത്ത, അതിനടുക്കേണ്ടതാവുന്നു. അലാ മുഖ്തലഫി തബഖാതിഹിം, ജനങ്ങളുടെ തബക്ക വളരെ വ്യത്യസ്തപ്പെട്ടാണല്ലോ. എല്ലാവരും രണ്ടാളെ വന്നാൽ 4 ജാതിയോ ഇരിക്കും. അതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? തഹ്ലീഫല്ലഹും, ഓറ മനസ്സ് കണക്കാൻ വേണ്ടി. വസ്തിമാലതിഹിം നഹ്വൽ ഹഖ്, ഹക്കിന്റെ ഭാഗത്തേക്ക് ഓറ ഇങ്ങനെ ചായ്ച്ച് ബഷീകരിച്ചു കൊണ്ടുവരണം. അല്ലത് ഈ തങ്ങൾ കൊണ്ടുവന്ന ഹക്കിന്റെ ഭാഗത്തേക്ക്. അതങ്ങനെ ബി തൽതീഫിൽ ഹാൽ, ആ സാഹചര്യം എന്താക്കണം, നല്ല ലുത്തുഫോട് കൂടി കൈകാര്യം ചെയ്യണം. അവിടെ പോയിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് ആക്കിയതൊന്നും ആവൂല. വലീനിൽ മഖാൽ, അതുപോലെ സംസാരത്തിൽ വളരെ ലീന്. ഉദാഹരണത്തിന് കമാ റുവിയാൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല റഅസുൽ അഖലി ബഅദൽ ഈമാനി ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അഖലിന്റെ റഅസ് എന്താണെന്ന് അറിയാം? അത്തബദുദു ഇലന്നാസ്, ജനങ്ങൾ എന്താക്കണം, സ്നേഹിപ്പിക്കല്. ആട്ടിപ്പോയിച്ചിട്ട് എല്ലാം കൂടെ ഒന്നുമില്ല ഞാൻ ജനങ്ങളായിട്ട് അകന്നാളാ അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടല്ല. തബദ്ദുദ്. റവാഹുൽ ബൈഹഖി. വകാന യുദാരി സുഫഹാഅ വൽ ഹംഖ, പോയത്തക്കാരെയും ഹംഖീങ്ങളെ തങ്ങളെന്താക്കും, മുദാറാത്ത് ചെയ്യും. എന്തിനാ? ലിയകുഫ അൻ മിൻ ഗായിലതിഹിം, അവരെ ബുദ്ധിമുട്ടിനെ തൊട്ട് തടുക്കാൻ, ബശദ്ദിഹിം, ഓരോ ശത്രും തടുക്കാൻ എന്താക്കും, ഓരോ മുദാറാത്താക്കും. മുദാഹനത്തല്ല അവരും. വലി യസ്തമീലഹും, അവരെന്താക്കണം, ഇങ്ങോട്ടേക്ക് ചായ്ക്കണം. വയജ്ലിബ ഖുലൂബഹും നഹവ സദാദി വറശാദ്, സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കും അവരെ കൽബിനെ എന്താക്കണം, വലിച്ചെടുക്കണം. തിർമദിയിൽ ഓതിയിട്ടുണ്ട്. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ അന്ന റജുലൻ ഇസ്തഅ്ദന അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സമ്മതെടുത്തു. ഫലമ്മാ റാഹു, തങ്ങൾ അവരെ കണ്ടപ്പോൾ കാല പറഞ്ഞു, ബിഇസ അഖുൽ അശീറ, ആ അശീറത്തിലെ അഹ് കുറച്ച് ഗുണം കുറഞ്ഞ ആളാണ്. അയാളെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. അല്ലെങ്കിൽ ബിഇസ ഇബ്നുൽ അശീറ എന്നാ പറഞ്ഞു, രണ്ടും തന്നെ. അതാണ് പറഞ്ഞത് ഏതില് ബിഇസ അഖുൽ അശീറത്തി എന്നാണോ അഹെന്നാണോ പറഞ്ഞത്, അല്ല ഇവരെന്നാണോ പറഞ്ഞത്, എന്തോ ആയിക്കോട്ടെ, ആൾക്കൊരു ദുസ്വഭാവമുണ്ട്, സൂക്ഷിക്കണം എന്നാ പറഞ്ഞു വന്നത്. ഫലമ്മ ജലസ, അദ്ദേഹം കയറി വന്നപ്പോൾ തതല്ലഖൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അദ്ദേഹത്തിന്റെ മുഖത്ത് നല്ല പ്രസന്നമായിട്ട് പെരുമാറി. മോശക്കാരൻ എന്നോട് തള്ളിയില്ല. വംബസത്തയിലേഹി, അദ്ദേഹത്തിനെ കൊണ്ട് നല്ല വിശാലമായിട്ട് പെരുമാറി കൊടുത്തു. അപ്പൊ ഇത് ആര് കാണുന്നുണ്ട്? ആയിഷ ബീവി കാണുന്നുണ്ട്. വരുമ്പോ മോശമൊന്നുമല്ല പറഞ്ഞു, പിന്നെ ഇത്ര നല്ല പെരുമാറ്റത്തിന് പെരുമാറി. എന്നിട്ട് മോശം എന്നുകൊണ്ട് തള്ളിക്കളഞ്ഞ പിന്നെ അയാൾ എങ്ങോട്ടാ പോവുക? ഫലമ്മ ദഖല, അങ്ങനെ അയാൾ കണ്ടപ്പോൾ അലാന ലഹുൽ കലാം, കലാമിനെ എന്താക്കി വളരെ മയപ്പെടുത്തി പറഞ്ഞു. ഫലമ്മന്തലക റജുലു, ആ ബന്നാട് മടങ്ങിപ്പോയി. കാലത്ത് ആയിഷ ബീബി ചോദിച്ചു, യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന റഅയ്ത റജുല, ആ റജുലിനെ കണ്ടപ്പോൾ ഖുൽത ലഹു കദാ വകദ, ഇന്നതല്ലേ പറഞ്ഞത്? ഏത്? ബിഇസ അഖുൽ അശീറ വബിഇസ ഇബ്നുൽ അശീറ എന്നല്ലേ പറഞ്ഞത്? സ്വമ്മൻ തലക്കത്ത ഫീ വജ്ഹിഹി, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഞങ്ങളെ പ്രസന്നമായിട്ടല്ലേ പെരുമാറിയത്. വംബസത്ത ഇലൈ, അദ്ദേഹത്തിലേക്ക് എന്താക്കി ഇംബിസാത്തോടെ പെരുമാറി. തങ്ങളോടല്ലേ പറയും വംബസത്ത,
ഖിതാബിൻ്റെതാകല്ലേ വേണ്ടി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, ആയിഷ മതാ അഹിത്തനി ഫഹാഷൻ, ഒരു മോശക്കാരനായിട്ട് നീ അപ്പം എന്നെ കണ്ടതെന്ന് ചോദിച്ചു. അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിരുന്നു. ചില അവസരത്തിൽ മോശമാകലും ചില അവസരത്തിൽ ഒന്നാലും അങ്ങനെ മോശക്കാരനായ അവസരം നീ എന്നെ കണ്ടിട്ടുണ്ടോന്ന്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ശർറന്നാസി മൻസിലത്തൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ദിവസം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായ മൻസിലക്കാരനാണെന്നറിയോ? മാൻ തറക്കഹുന്നാസ് ഇത്തിഖാ ശർരിഹി, അദ്ദേഹത്തിൻ്റെ ഷെറ് പേടിച്ചിട്ടുണ്ടാക്കി എല്ലാവരും അയാൾ അവഗണിച്ചു. അപ്പോൾ ആ അവഗണനയിൽ തന്നെ അങ്ങോട്ട് കഴിഞ്ഞോളൂ. അയാൾ നേരെയാക്കി എടുക്കാൻ എന്തെങ്കിലും വേണ്ടേ? വഫീ റിവായത്ത് ഇത്തിഖാ ഫുഹ്സിഹി, എന്തിൻ്റെ സ്ഥാനത്ത്? ഷർരിഹിൻ്റെ സ്ഥാനത്ത്. രണ്ടും തന്നെ. അതിൽ യജൽ ഇത്തിഖായി കൊബിഹി കൗലിഹി വഫീലിഹി, അദ്ദേഹത്തിൻ്റെ ചീത്തയായ വാക്കോ ചീത്തയായ പ്രവർത്തനങ്ങളോ സംഭവിക്കാതിരിക്കാൻ കാക്കാൻ വേണ്ടിയിരുന്ന അയാളോട് നല്ല നിലക്കുണ്ടാക്കുന്നു, നല്ല സംഭാവത്തിൽ പെരുമാറും. ഇതാ മുദാറാത്ത്. നോക്ക്, ഫലമ്മ ദഖല ഹാദർ റജുലു വക്കാന യുഖാലു ലഹുൽ അഹ്മഖൂനാം, അഹ്മഖ് എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയല്. ഐ ഫാസിദുൽ അഖൽ, അഖൽ വടക്കായാള്. ലം യുഖാബിൽഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഗില്ലത്തിൻ വഫഹ്ശിൻ, എന്നാലോ തങ്ങളെ മക്കൾ നിന്നുള്ള പെരുമാറ്റം അഖലില്ലാത്ത പെരുമാറ്റമല്ല. ബൽ അലാന ലഹുൽ ഖൗല, ഖൗലിനെ എന്താക്കി? മയപ്പെടുത്തി. മസലക മഅഹു മസലകൽ മുദാറാത്തിന്റെ ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചത്. വലിദാ ഖാലൽ ഉലമാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദൽ ഹദീസു അസ്ലു ഫിൽ മുദാറാത്തി, മുദാറാത്ത് വേണ്ടതാണ് എന്നതിന് അസ്ലായത്. പിന്നെ വഫറഖു ബൈനൽ മുദാറാത്തിൽ മത്ലൂബ, ശറയിൽ ആവശ്യപ്പെടുന്ന മത്ലൂബായ മുദാറാത്തിൻ്റെയും വബൈനൽ മുദാഹനത്തിൽ മദ്മൂമ, ആക്ഷേപാർഹമായ മുദാഹനത്തിൻ്റെയും ഇടയിൽ വലിയ വ്യത്യാസമുണ്ട്. കാഴ്ചക്കൊരുപോലെ തോന്നിയാൽ എന്താ? അന്നൽ മുദാറാത്ത എന്ന് പറഞ്ഞാൽ ബദലുദ്ദുന്യാലി സലാഹി അംദിദ്ദുന്യാ അബിദ്ദീനി, ദുന്യാവിൻ്റെ സലാഹോ അല്ലെങ്കിൽ ദീനിൻ്റെ സലാഹോ അല്ലെ രണ്ടും കൂടെ കൂടിയോ, അതാണ് ഔ സലാഹി ദുന്യാവ് ദീനി മഅൻ. അത് നല്ല നിലക്കാകാൻ വേണ്ടിയിട്ട് ദുന്യാവിൻ്റെ ആനുകൂല്യങ്ങൾ മറ്റൊക്കെ ഒഴിവാക്കല്, അതാണ് ഇത് മുദാറാത്ത്. അത് മഅവാരിഫിൽ ഓതിയത്. വമിൻ ദാലിക, അതാ വമിൻ ദാലിക്കൽ ബദലി, ആ ദുന്യാവിനെ കൊടുക്കൽ എന്ന് പറഞ്ഞാൽ ആ ബദലുണ്ടല്ലോ കൊടുക്കൽ, അതിൽപ്പെട്ടതാണ് ലീനുൽ കലാമി, നല്ല നിലക്കുള്ള കലാമ്. വതർക്കുൽ ഇഗ്ലാദി ഫിൽ ഖൗലി, ഖൗലിലുള്ള കടുപ്പം കൂട്ടലിന് ഒഴിവാക്കല്. അതുപോലെ റിഫ്കു, റിഫ്കു എന്തുമലാത്തഫ് ലീനുൽ കലാമിനോട് അത്തഫാണ്, എന്താണ് ഇഗ്ലാദിൻ്റെ മോൾ അത്തഫാക്കി ലീൻ ഒഴിവാക്കൽ നല്ല അർത്ഥം കിട്ടില്ലേ. അപ്പം എന്താക്കും? വമിൻ ദാലിക്കാൻ്റെ മർഫു ആണ് ഇത് ബദലി, മുബ്തദാ മുഅഖർ. ജാഹിലിനോട് എന്താക്കണം? റിഫ്ക് കാട്ടൽ ഫി തഅലീം, പഠിപ്പിക്കുന്ന വിഷയത്തിൽ. അതുപോലെ ഒരു പ്രവർത്തനം തടയാൻ വേണ്ടിയിട്ട് ഫാസിക്കിനോടും റിഫ്ക് കാട്ടണം. തർക്കുൽ ഇഗ്ലാദി അലൈഹി, ഇഗ്ലാദ് ഒഴിവാക്കിയും വേണം. അപ്പം എന്തുമല്ല അത്തഫായി ബദല് എൻ്റെ മുകളിൽ അത്തഫാക്കി ലീനുൽ കലാമാക്കി കൊണ്ടാന്ന് തർക്കുൽ ഇഗ്ലാദാക്കി വരിഫ്കു ബിൽ ജാഹിലിയായി വരിഫ്കു ബിൽ ഫാസിലിയായി തർക്കുൽ ഇഗ്ലാദി അലൈഹി. പക്ഷെ മാലം യുൽഹിർ മാ ഹുവ ഫീഹി, അവൻ ചെയ്യുന്ന തെറ്റ് വീണ്ടും എന്താക്കുന്നത്? പ്രകടമാക്കുന്നു. അപ്പോൾ ഒരു മർക്കട വിഷയല്ലേ. വല്ല ഇൻകാരി അലൈഹി, അതുപോലെ അവൻ്റെ മേൽ ഇൻകാറാക്കലിനും ഒഴിവാക്കുമ്പോൾ എത്തുമത്തിൻ്റെ അടിക്കലുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലാന്ന് അവൻ അകപ്പെട്ട ആ തെറ്റിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ഈ പറഞ്ഞതല്ല, ഇതാകെ മുദാറാത്തിലുള്ളത്. ഖാലൽ ഇമാമുൽ ഖസ്തല്ലാനി, ഇമാമ് പറയുന്നു ഇതിൻ്റെ വിധി എന്താണ്? വഹിയ മുബാഹത്താണ്. ഉറുബ മുസ്തഹസിനത്ത്, അത് ചിലപ്പോൾ എന്താകും? മുബാഹും വിട്ടിട്ട് കുറച്ചുകൂടെ മേലെ കയറും, മുസ്തഹസനാകും. മുസ്തഹസനാകും ഒന്നെങ്കിൽ വാജിബാകും അല്ലെങ്കിൽ സുന്നത്താകും. ഖാലൽ ഹാഫിദ് സുർഖാനി പറയുന്നു വറുബ മുസ്തഹസിനത്ത് എന്നല്ല പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഫകാനത്ത് മുസ്തഹബത്തൻ ഔ വാജിബത്തൻ, മുബാഹത്ത് നടുക്ക് നിൽക്കുന്നതല്ലേ. ഇതിനെന്താക്കും? ഡിഗ്രി കയറ്റിയിട്ട് മുസ്തഹസന് എന്ന പദവിയിൽ വെച്ച്, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എന്താക്കി? ഒന്നിക്ക് വാജിബാകും അല്ലെങ്കിൽ സുന്നത്താകും. അതുകൊണ്ടുള്ള ഫലം നോക്കിയിട്ട് വേണം. വലിദ്ദൈലമി ഫിൽ ഫിർദൗസ് എന്ന കിതാബിലുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ മർഫൂഅൻ,
മർഫൂഅൻ പൊന്തിച്ചു വെച്ചെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അമറനി ബി മുദാറാത്തിന്നാസ്, ജനങ്ങളെ മുദാറാത്ത് ചെയ്തിട്ട് എന്താക്കണം, സ്വീകരിക്കണം എന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് മഅബാരിഫിൽ ഓതിയിട്ടുണ്ട്. അഖ്ലാഖ് സൂഫിയിൽ പറഞ്ഞിട്ടുണ്ട്, വമിൻ മുദാറാത്തു, അതിൽപ്പെട്ടാണ് മുദാറാത്ത് എന്നെണ്ണി. കമാ അമറനി ബി ഇഖാമത്തിൽ ഫറാഇദി, ഫർളാക്കപ്പെട്ട കാര്യങ്ങളിലൂടെ നിലനിർത്തണം എന്ന് കൽപ്പിച്ച പോലെ തന്നെ എന്താക്കിയിട്ടുണ്ട്, മുദാറാത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പദവി എന്താണോ അതന്നെ. വലിബ്നി അദിയ്യിൻ അത്ബറാനി അൻ ജാബിർ റളിയല്ലാഹു അൻഹു മർഫൂഅൻ മുദാറാത്തുന്നാസി സദഖത്തുൻ എന്നുണ്ട്. ജനങ്ങളോടുള്ള മുദാറാത്ത് എന്ന് പറഞ്ഞത് അത് സദഖയാണ്. ഇനി മുദാഹനത്ത് പറയാം. വഅമ്മൽ മുദാഹനത്ത് എന്ന് പറഞ്ഞ ഫഹിയ ബദലുദ്ദീനി, ദീനിനെ കളയലാണ്. ലിസാഹിദ് ദുനിയ, ദുനിയാവ് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ദീന കൊടുക്കുന്നു. വഹിയ മദ്മൂമത്തുൻ, അതായത് ബടക്ക. വഖദ് നസ്സഹല്ലാഹു തആല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന, മുദാഹനത്ത് തങ്ങളെ തൊട്ട് അല്ലാഹു തആല എന്താക്കിയിട്ടുണ്ട്, തങ്ങളെ പരിശുദ്ധമാക്കിയിട്ടുണ്ട്. നോക്ക്, ഫഖാല വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ എന്നതില്ലേ, തങ്ങൾ മുദാഹനത്ത് ചെയ്യണമെന്ന് ഓരോ താല്പര്യപ്പെടുന്നുണ്ട്. എന്നാൽ എന്താക്കും, ഓരോ ഇങ്ങോട്ടും മുദാഹനത്ത് ചെയ്യും. അപ്പൊ ഓരോട് ദേവത്തൊന്നും എത്തിക്കാതെ കണ്ട് ഓരിങ്ങനെ സോപ്പിട്ട് കിടക്കുക. അങ്ങനെ പിന്നെ തങ്ങളുണ്ടാകുന്ന തബലീഗ് എന്താവും? തബലീഗ് ചെയ്യുമ്പോൾ മുദാഹനത്ത് ചെയ്യും. മുദാഹനത്ത് എന്ന് പറഞ്ഞില്ല, വദ്ദു എന്ന് പറഞ്ഞ കുഫാറുകൾ ആഗ്രഹിച്ചു, ഇതെല്ലാം തുദിഹിനു, തങ്ങൾ ഒരു മുദാഹനത്ത് ചെയ്യണമായിരുന്നു. അപ്പൊ ഫയുദ്ഹിനൂൻ, ഓരോ തങ്ങളോട് മുദാഹനത്ത് ചെയ്യാൻ, പിന്നെ ഒന്നും ആക്രമിക്കില്ല. അതാ വഇന്നമാ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ജുദാരി, മുദാറാത്ത് ചെയ്യും, വലാ യുദാഹിനു, മുദാഹനത്ത് ചെയ്യൂല. അപ്പൊ എണ്ണത്തിൽ എന്താക്കി, ഹസ്റാക്കി. ഇത് മുദാറാത്തേ ഉള്ളൂ, മുദാഹനത്ത് ഇല്ല. وعن عمرو بن العاص رضي الله عنه قال كان رسول الله صلى الله عليه وسلم യുഖ്ബിലു ബിവജ്ഹിഹി, തങ്ങളെ മുഖം കൊണ്ട് മുന്നിടും, അലാ ശർരിൽ ഖൗം, ഖൗമിൽ എത്ര ആൾ ഷർറായാലും. അതെന്തിനാ, യതഅല്ലഫുഹും ബിദാലിക, ആ പെരുമാറ്റം കൊണ്ട് എന്താക്കും, ഓരോ ഇങ്ങോട്ടേക്ക് വിരിക്കും. അൽ ഹദീസ് റവാഹു തിർമിദി വഗൈറുഹു വയഅതി ബിതമാമിഹി, ആ ഹദീസിന്റെ പൂർണ്ണത വേറെ വരാൻ പോകുന്നുണ്ട്. ഇനി ഖാമിസൻ, അഞ്ചാമത്തേത്, ആദ്യത്തിന് അഞ്ചാമത്, അതായത് നാലാമത്തേത് ഓഹരി വെച്ചിട്ടാണ് എന്താക്കിയത്, 9 വരെ എത്തിച്ചത്. അഞ്ചാമത്തെ വമിൻ അഅ്ളമിൽ അദില്ലത്തി അലാ കമാലി അഖ്ലിഹി ശരീഫി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ അഖ്ലി വളരെ കമാലാണ് എന്നതിൻ്റെ തെളിവിൽ ഏറ്റവും വലുത്, വഅർജഹിയത്തിഹി, തങ്ങളെ അഖ്ലിൻ്റെ മുൻഗണനയും, ദഅ്സഅതു ഉലൂമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ഇൽമിന്റെ വിശാലത. കാരണം അഖലിനെ പഠിച്ചെന്തിനാണ്, ഇൽമിനാണ്. അപ്പോൾ ഇൽമ എത്ര നൊടിച്ചു കൊടുത്താലും അഖല് സ്വീകരിക്കാൻ തയ്യാറുണ്ട്. അപ്പൊ അഖല് കുറഞ്ഞാൽ ഇൽമ കുറയും. അഖലല്ലേ ഇതിനെ വിളിച്ചെടുക്കേണ്ടത്. അപ്പൊ തങ്ങളുടെ ഇൽമിന്റെ വിശാലത അതെന്താണ്, തങ്ങളുടെ അഖല് എത്രത്തോളം വിശാലമാണ് എന്നുള്ള തെളിവാണ്. ഫഖദ് അഫാദല്ലാഹു തആല അലൈഹി, തങ്ങളെ മേലിൽ അല്ലാഹു തആല കോരിച്ചൊരിഞ്ഞു കൊടുത്തിരിക്കുകയാണ് എന്ത്, അൽ ഉലൂമൽ ഉളുമാ, ഉന്നതമായ ഉലൂമുകളെയും, വൽ മആരിഫൽ കുബ്ര, വലിയ മാരിഫത്തുകളെയും, വഅറാഹുൽ ആയാത്ത്, ധാരാളം ആയാത്തുകൾ, ഇത് ഖുർആന്റെ ആയത്ത് എന്നല്ല അറിയുന്നു, ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്ത്, വഅയ്യദഹു ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ കാര്യങ്ങളെ കൊണ്ട് തങ്ങളെ ശക്തിപ്പെടുത്തി, വസദ്ദഖഹു ബിൽ മുഅ്ജിസാത്ത്, കൊടുത്തിട്ട് എന്തെങ്കിലും അല്ലാഹു തആല തന്നെ തങ്ങളെ തസ്ദീഖ, ഇന്നക ലറസൂലുള്ളാഹ്. വജമഅ ലഹു ജമീഅ അൻവാഇൽ വഹയിൽ ഇലാഹി, ഇലാഹിയായ വഹയിന്റെ മുഴുവൻ അൻവാവും തങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അൻവാൽ വഹി നമുക്ക് ദഹ്ലാനിൽ എടുത്തു വരും. അത് 7 ആണോ 9 ആണോ 60 വരെ എത്തിച്ചാൽ തോന്നും. പക്ഷെ എന്താ പറയുന്നത്, അസലി ഈ പണ്ണത്തിലാവും. അതിന്റെ പല ശൈലികളുണ്ടാകാം. എല്ലാ ഇനങ്ങളും ഒറ്റത്തരത്തിലുള്ള വഹിയല്ല. മനാമിയുണ്ട്, പിന്നെ ജിബ്രീലിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ജിബ്രീലിനെ കാണാതെ കണ്ട് പുതിയ നല്ല അഴകുള്ള കോലത്തിൽ വന്നിട്ടുണ്ട്, ശബ്ദം മാത്രം കേൾക്കുന്നുണ്ടല്ലോ, എല്ലാം ഇതും. വദാലിക ലാ യഖൂമു ബിഹി വലാ യഖ്ദിറു ലിതഹമ്മുലിഹി, അത് വഹിക്കുവാനും അത് ഏറ്റെടുത്ത് നടത്താനും ഇല്ലാ മൻ ഖസ്സഹുല്ലാഹു തആല ബി അഅലമി ഖൽബിൻ, അതിന് വലിയ അഅലമായ കൽബ് വേണം, അല്ലെങ്കിൽ പതറിപ്പോകും.
വൗസഇ അഖലിൻ, അതുപോലെ തന്നെ വിശാലമായ അഖലും വേണം. അലാ വഹുവ സയ്യിദുൽ അക്റം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് പറ്റിയ ആളാണ്. വമിമ്മാ യംബഗി അൻ യുഅലമ ഫീ ഹാദിഹിൽ മുനാസബത്തി, ഈ സാഹചര്യത്തിൽ അറിയപ്പെടേണ്ട കാര്യമാണ് അന്ന ജമീഅ മാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ കൊണ്ടുവന്ന മുഴുവനും, അത് മുമ്പേ പറഞ്ഞത് തന്നെയാണ്, ഇപ്പൊ രണ്ടോട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇത് സലീമായ ബുദ്ധിക്ക് എപ്പോഴും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. മിനൽ ഖദായ, തീരുമാനങ്ങളാലും, വൽ അവാമിരി, അമ്രുകളാലും, വൽ ഇർശാദാതി വത്തഅലീമാതി, വൽ ജുസ്ഇയ്യാതി വൽ കുല്ലിയാത്, ജുസ്ഇയ്യും കുല്ലിയും എല്ലാം അടങ്ങുന്നത്. ജുസ്ഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ഘടകങ്ങൾ. ഹിയ അമാനിയുൽ ഉഖലാഇ വൽ ഹുകമാ, ഹിക്മത്തുള്ളവരുടെയും അഖിലുള്ളവരുടെയും ആഗ്രഹം അത് തന്നെ വേണമെന്നുള്ളതാണ്, ബുദ്ധിക്ക് യോജിക്കുന്നത്. വഗായാതു അഹ്ലിൻ നദരി വൽ ഫിക്രി, നദർ ഫിക്രിൻ്റെ ഇത് അഹലുകാർക്ക് അത് തന്നെയാണ് വേണ്ടത്. അതിനകത്ത് കമ അലനദാലിക്കൽ അലാഉൽ ഹദ്റമി പോയിട്ട് എന്താ പറഞ്ഞ, മുന്തിരിനോട് നിങ്ങൾ വലിയ ബുദ്ധിജീവിയാണ്, അതുകൊണ്ട് നിങ്ങളെ മുമ്പിൽ വെക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാളെ എതിർത്തില്ലല്ലോ, ബുദ്ധിക്ക് നിരക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അത് പല വജുഹിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അൽ വജുഹുൽ അവ്വലു, ഒന്നാമത്തെ വജുഹ്, ഇന്ന മൗളിഅ തകാലീഫി ശറഈയത്തി ഹുവൽ അഖ്ലു, ശറഈയായ എന്തൊക്കെ തക്ലീഫാത്തിൻ്റെയും സ്ഥലം എവിടെയാണ്? അഖലാണ്. അഖല് ബുലൂഗ് എന്നല്ല പറഞ്ഞത്, അഖലില്ല ഞാൻ പിന്നെ തക്ലീഫേ ഇല്ലല്ലോ. ഹത്താ ഇദാ ഫുഖിദൽ അഖ്ലു, അഖല് നഷ്ടപ്പെട്ടാൽ ഇർതഫഅ തക്ലീഫ് അങ്ങോട്ട് പോയി. വഹാദാ വാദിഹും ഫി ഇഅ്തിബാരി തസ്ദീഖിൽ അഖ്ലി ബിൽ അദില്ലത്തി, അപ്പോൾ തങ്ങൾ കൊണ്ടുവരുന്ന അതില്ലത്തിനെ അഖല് തസ്ദീഖാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ഫീ ലുസൂമി അവാമിരി തക്ലീഫ്, തക്ലീഫിൻ്റെ അവാമിറുകൾ ലാസിമാക്കാൻ. ഇപ്പോട്ടെ ഫലൗ ജാഅത്തിൽ അവാമിറു ശറഈയത്തു, ശറഈയായ അമ്രുകൾ ആയി നോക്കാം. അമ്രിൽ അത് നെഹിയും പെട്ടു, അതെ അവാമിർ എന്നല്ലേ പറഞ്ഞത്, നെഹീന്റെ മുക്കാബിലല്ല. അമ്രിന്റെ ജമ എന്താണ്? അവാമിർ. അത് ഇന്നത് ഒഴിക്കാനുള്ള അമ്രുണ്ടല്ലോ, അല്ല ജമ്മൽ ജവാബി പറഞ്ഞ വിരോധിച്ച കാര്യം നഫിയല്ലേ, നഫിക്ക് എങ്ങനെ ഹുക്കുമുണ്ടാകുന്ന വെച്ചാൽ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇവിടെ കൽപ്പന. തർക്ക് വലാ തശ്രിബുൽ ഖംറ തശ്റബുൽ ഖംറ എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കണ്ട എന്നാണ് ഹുക്കുമുണ്ടാകുമോ? ഇല്ല എന്നല്ലേ പറഞ്ഞു. എന്നുവെച്ചാൽ ഒഴിവാക്കണം എന്നതിലാണ് ആ തക്ലീഫ് വധിക്കുന്നത്. അപ്പൊ രണ്ടും എന്തായി? അമ്രായി. അല്ലതി ജാഅ ബിഹാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ കൊണ്ടുവന്നൊന്ന് അലാ ഖിലാഫി മാ തഖ്തദീഹിൽ ഉഖൂലു സലീമത്തു, സലീമായ ബുദ്ധികൾ തേടുന്നതിന് എതിരായിരുന്നുവെങ്കിൽ അതാ മുഖദ്ദമ്. ലകാന ലുസൂമു തക്ലീഫ് ബിഹാ അലൽ ഉഖലാഇ ഫീ ഗൈരി മൗളി, ഉഖലായിനോട് തക്ലീഫാക്കാൻ എന്താക്കും? അസ്ഥാനത്തായി മാറും. അപ്പൊ താലി ഏതാണ്? ലക്കാന ലുസൂമു തക്ലീഫ് ബിഹാ അലൽ ഉഖലാഇ ഫീ ഗൈരി മൗളിഇഹി എന്നാകും. പക്ഷെ മൗളി ആണെന്ന് അലാവുല്ല മറ്റേ മുൻബിറും അറ്റാറും പറഞ്ഞിട്ടില്ലല്ലോ, ബുദ്ധിക്ക് നിരക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ മുമ്പന്താക്കി അക്കലിയായ ഈ മന്ത്രിക്ക് കൊണ്ടാന്നിട്ട് സ്ഥാപിച്ചത്. ഇനി അൽ വജ്ഹുസ്സാനി, രണ്ടാമത്തെ വജ്ഹ്, ലൗ കാന അവാമിറുഹു വ മനാഹിഹി വ ഖളായാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ അമ്രാവട്ടെ നെയ്യാവട്ടെ തീരുമാനങ്ങളാവട്ടെ ഗൈറ മാഖൂലത്തിൻ, മാഖൂൽ എല്ലാം നോക്കാം. ലക്കാന, അപ്പം അത് മുഖദ്ദമ്, ലൗട്ടിട്ട് വന്ന മുഖദ്ദമായി. താലി എന്ത്? ലക്കാന തക്ലീഫും ബിഹാ തക്ലീഫം ബിമാ ലാ യുതാഖു, മനുഷ്യന് സാധ്യമാവാത്ത കാര്യം എന്താക്കി തക്ലീഫാക്കി എന്ന് അർത്ഥം ഉണ്ടാവില്ല. മാലാ യുതാഖു പിന്നെ കൽപ്പിക്കുക, അങ്ങനെ കൽപ്പന ഉണ്ടാവില്ലല്ലോ. അള്ളാഹ്ക്ക് പറ്റോ ഇല്ലയോ എന്നല്ല ചോദ്യം, അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നാണ്. കഴിവിൻ്റെ അപ്പുറം എന്താക്കൂല, തക്ലീഫാക്കൂല. എന്തുകൊണ്ട്? ലിയന്നഹു തക്ലീഫും ബിമാ ലാ യുസദ്ദിഖുൽ അഖ്ലു, അതെന്തിന് തെളിവാന്ന്? മാലാ യുതാഖു ആകുന്നതിൻ്റെ മുഖദ്ദമിന്റെ തെളിവ് പറഞ്ഞ ലക്കാന തക്ലീഫും ബിഹാ തക്ലീഫും ബിമാ ലാ യുതാഖു, മാലാ യുതാഖു എന്നുകൊണ്ട് ബുദ്ധിക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല.
ബിമാല വിശദ്ധിക്കുള്ള അക്കൽ സമ്മതിക്കുന്നില്ല. അൽ വജ്ഹു സാലിസു മൂന്നാമത്തെ വജ്ഹ് ലൗ കാന ഫീമാ ജാഅ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഒന്നിലുണ്ടെങ്കിൽ മുനാഖലത്തുൽ ലിൽഉഖൂലി അഖലുകൾക്ക് വൈരുദ്ധ്യമുണ്ടെങ്കിൽ ലകാനൽ കുഫാറുകൾ പറയണമായിരുന്നു ഫീ സമനിഹി തങ്ങളുടെ കാലത്ത് തന്നെ ഇത് ബുദ്ധിക്ക് നിരക്കൂല എന്ന് പറഞ്ഞിട്ട് തള്ളണ്ടി. അത് പറഞ്ഞിട്ടില്ല. ഇത് പണ്ടും പണ്ടേ ഉള്ളത് പോയി പോകുന്നേറ്റ് അയിലെന്താക്കി ഓരോ കൽബ് പോണ്ട് പിടിച്ചിട്ടാണ് അത് ഇന്നുണ്ട്. എന്ന് പറഞ്ഞോടത്ത സമ്മതി അത് നെഹവനിക്കാറുണ്ട്. പണ്ടും പണ്ടേ ഇങ്ങനെയാണ്. കഥ എന്നുള്ളത് ഇസ്മിൽ കിടക്കൂല ഫെയിലിനെ കിടക്കൂന്ന് പറഞ്ഞപ്പം പണ്ടും പണ്ട് എങ്ങനെയാണ് കഥ എന്തിലടക്കൽ ഞാൻ പറയാം. മാതിയായ ഫെയിലും മുനാരിയായ ഫെയിലും ഉണ്ടാവും. ഇസ്മിൽ കിടക്കലുണ്ടാവും. കഥ ചെയ്ത് അവലമാൻ റദ്ദു അലൈഹി ബിദാലിക ആര് പറയും? ലക്കാനൽക്കും അവലമാൻ റദ്ദു അലൈഹി ബിദാലിക അത് എന്തിന്റെ ഖബർ? ലക്കാനന്റെ ബിദാലിക എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് മുനാഖലത്തുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് റദ്ദു ചെയ്യുമായിരുന്നു. എന്തുകൊണ്ട്? ലിഅന്നഹും കാനൂ ഫീ ഗായത്തിൽ ഹിർസി അലാ റദ്ദി മാ ജാഅ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിന് എന്തുപയോഗിച്ചു കൊണ്ടെന്താക്കണം എതിർക്കണം എന്ന ഗായത്തിലായിരുന്നു. പക്ഷെ അവരാരും പറഞ്ഞ കൂട്ടത്തിൽ ഇത് ബുദ്ധിക്ക് മുനാഖിലാന്ന് പറഞ്ഞു കാണുന്നില്ല. അതെ. ഹത്താ ഇന്നഹും കാനൂ യഫ്തറൂന അലൈഹി വഅലാ ശരീഅത്തിഹി തങ്ങളുടെ പേര് ഇല്ലാത്തത് കെട്ടിയുണ്ടാക്കി പറയും സാഹിറാണ് മജ്നൂൻ എന്നൊക്കെ. വഅലാ ശരീഅത്തിനെതിരെ ഫതാറത്തൻ യഖൂലൂന സാഹിറുൻ എന്ന് പറയും, വതാറത്തൻ മജ്നൂൻ എന്ന് പറയും, വതാറത്തൻ യുകദ്ദിബൂന ചിലപ്പോൾ തങ്ങളെ കളവാക്കും. അല്ലാണ്ട് ഇത് ബുദ്ധിക്ക് നിരക്കൂല എന്ന് ആരും പറഞ്ഞാളില്ല. കമാ അന്നഹും കാനൂ യഖൂലൂന ഫിൽ ഖുർആനെ പറ്റി എന്താ പറഞ്ഞത്? ഷിഅർ ഇങ്ങനെയാണ്. വഗൈറ ദാലിക മിൻ കലാമിഹിൽ മുതനാഖലി ഒരിക്കൽ എന്താക്കും പറഞ്ഞത് മറ്റൊരു കലാം കൊണ്ട് പൊളിയും. മുതനാഖിൽ ഒരാക്ഷയം ഒരിക്കൽ പറയും, മറ്റൊരാക്ഷയം ഒരിക്കൽ പറയുമ്പോൾ ആദ്യത്തെ തന്നെ പൊളിക്കും. അതാ ഫൈന്ന സിഹറ വശിഹറ കാരണം സിഹറും ഷിഅറും കൈഫ യത്തഫിഖുൽ മജ്നൂൻ ജുനൂനോട് കൂടെ ഒത്തൂല. അപ്പൊ ജുനൂനാന്ന് പറഞ്ഞപ്പോ മറ്റേ പൊളിഞ്ഞു. അപ്പൊ ഫലൗകാനത്ത് ഖളായാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറ മഅഖൂല തങ്ങളുടെ ഖളിയകൾ തീരുമാനങ്ങളും വിധികളൊക്കെ ഗൈറു മഅഖൂലാണെങ്കിൽ ലകാന ഔലാ മാ യഖൂലൂന അവർ പറയുന്ന എന്താണ് ഇന്ന ഹാദാ ലാ യുഖലു എന്ന് പറഞ്ഞിട്ടായിരുന്നു തള്ളേണ്ടത്. അത് മുഖാലിഫുൽ ലിൽഖൂലി എന്ന് പറയണമായിരുന്നു. വനഹവിദാലിക അതുപോലത്തെ ഇബാറത്ത് എന്തെങ്കിലും. വലമ്മാ സദറ മിൻഹും ദാലിക തനാഖുലു ഫീ ഖൗലിഹിം സാഹിറുൻ വശാഇറുൻ മജ്നൂൻ എന്നൊക്കെ പറഞ്ഞില്ലേ. വലമ്മാന്ന് ഷർത്തിയല്ല, വലമാ മാ നഫി ലാം ജവാബി കിടന്നത്. വലമാ സദറ മിൻഹും ദാലിക തനാഖുലു ഫീ ഖൗലിഹിം സാഹിറുൻ വശാഇറുൻ എന്ന് പറഞ്ഞതിന് തനാഖുലാകും. ഇനി അൽ വജ്ഹുർ റാബിഉ നാലാമത്തെ വജ്ഹ് ഇന്ന ജമീഅൽ ഉഖലാഇ വൽ ഹുകമായി ഫീ സമനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മുഴുവൻ വകലാക്കളും ഹുകമാക്കളും ഷഹിദൂ ബിഹഖിയ്യതി മാ ജാഅ ബിഹി തങ്ങൾ കൊണ്ടുവന്നത് ഹക്കാണ് എന്നും വഅന്നഹുൽ മഅഖൂലുൽ മുഹക്കമു അത് തന്നെയാണ് വേണ്ടത് ദലീൽ കൊണ്ട് ഊട്ടിയുറപ്പിക്കപ്പെട്ട മഅഖൂലാണ് എന്നും അവർ എന്താക്കി സാക്ഷ്യം വഹിക്കുകയും വലിദാലിക സല്ലമു വാസ്ലമു അവർ മുസ്ലിം ആവുകയും അതിന് വേണ്ടി കീഴടങ്ങുകയും ചെയ്തു. ആരാ ഉദാഹരണം? അത് മുൻദിർ ബിൻ സാബ നമ്മൾ എത്തിപ്പൊന്ന് തുടങ്ങിയത്. ഫഹാദൽ മുൻദിർ ബിൻ സാബ പറയുന്നത് യഖൂലു വമാ യംനഉനി മിൻ ദീനിൻ ഫീഹി ഉംനിയത്തുൽ ഹയാതി കമാ തഖദ്ദമ ഇപ്പം തുടങ്ങുന്നത് തന്നെ ഹയാത്തിന്റെ ആഗ്രഹം ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ ഹയാത്തിന്റെ ഉംനിയത്തുള്ള ദീൻ എന്തിനാണ് നമ്മൾ തടയുന്നത് എന്നാണ് ഒരു ബുദ്ധിജീവി പറഞ്ഞത്. ഇത് വഹാദൻ നജാശി രാജാവില്ലേ അവിടെ ഹബശയില് ഹീന ഖാല ലഹു ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വല്ല വാല് പറഞ്ഞത് ഇന്നാ കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ്യത്തിൻ നഅബുദുൽ അസ്നാം അല ചോദ്യത്തിന് നജാശിയുടെ ചോദ്യത്തിന് ജഅഫർ തങ്ങളാണ് മറുപടി. നമ്മള് ജാഹിലിയ കളം ഒരു കാലത്ത് അസ്നാമിനെ ആരാധിക്കും. മൈത്തത്തിനെ തിന്നു. അതാ നേരത്തെ പറഞ്ഞോണ്ടില്ലേ തിന്നലിനെ തൊട്ട്
മാന്യത പാലിക്കുന്ന സാധനം തിന്നാൻ പാടില്ല. വനകത്തിൽ ഫവാഹിഷ മോശമായ കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. വനഖതഉൽ അർഹാം ബന്ധങ്ങൾ എന്താക്കും, മുറിക്കും. വനസീഉൽ ജിവാറ പരസ്പരം പെരുമാറുന്നത് എന്താക്കും, മോശമാക്കും. വയഅകുലുൽ ഖവിയ്യു ഫീനൽ ലഈഫ ശക്തിയുള്ള ആൾ ശക്തി കുറഞ്ഞ ആളെ തിന്നു തീർക്കുന്ന വെച്ചാൽ ഓനെ കീഴടക്കിയിട്ട് ഓൻ്റെ എല്ലാം പിടിച്ചു പറിച്ചിട്ട് മുട്ടുകടിയിൽ ഒഴിക്കും. ഹത്താ ഇതാണ് ആദ്യത്തെ കാലഘട്ടം. ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ നമ്മളെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു റസൂലിനെ അല്ലാഹു തആല അയച്ചു. ആ റസൂലെ നഅരിഫു നസബഹു വസിദ്ഖഹു അവർ ആരെ മക്കളാണെന്നും ഏത് കുടുംബത്തിലാണെന്നും യഅരിഫൂന അബാഹു വഉമ്മഹു എന്നല്ല വയതഹഖഖൂന നസീഹതഹു ലിമൻ അമ്മഹു അവരെ സിദ്ഖിനെയും അറിയാം, അമാനത്തിനെയും അറിയാം, അഫാഫിൽ അവരുടെ ദോഷങ്ങളെ തൊട്ട് കാത്തുള്ള ജീവിതം. ആ റസൂലാണ് വന്നത്. അള്ളാഹുവിലേക്ക് ആ റസൂൽ വിളിച്ച് അള്ളാഹിനെ തൗഹീദാക്കണം, അള്ളാഹ്ക്കേ ഇബാദത്തുള്ളൂ, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണമെന്നും അള്ളാഹുവിനെ കൂടാതെ ഞങ്ങളും ഞങ്ങളെ ആബാവും ആരാധിച്ചു വന്നിരുന്നെല്ലാം ഒഴിവാക്കണമെന്നും എന്താക്കി ആ റസൂൽ കൽപ്പിച്ച്. അതാ എന്തിനുണ്ട് ആരാധന മിനൽ ഹിജാറത്തി വൽ ഔസാൻ കല്ലുകളാലും വസനുകളാലും. വഅമറനാ ബിസിദ്ഖിൽ ഹദീസി നേരെ പറയാവൂ എന്ന് കൽപ്പിച്ചു. വഅതാഇൽ അമാനത്ത് വീട്ടണമെന്ന് കൽപ്പിച്ച്. വസിലത്തുർ റഹ്മ വേണമെന്ന് കൽപ്പിച്ച്. ഹഖൽ ജിവാർ അതുപോലെ ജിവാറിന്റെ ഹക്ക് പാലിക്കും വീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞ്. വൽ കഫി അനിൽ മഹാരിമി ഹറാമായ കാര്യങ്ങളെ തൊട്ട് തടയണമെന്ന് പറഞ്ഞ്. വദ്ദിമ ചോരൊലിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. വനഹാനാ അനിൽ ഫവാഹിഷി ഫാഹിഷായ കാര്യങ്ങളെന്ന് തടഞ്ഞു. ഷഹാദത്ത് സൂർ കള്ളസാക്ഷ്യം വഹിക്കല് വാക്രിമാലിറ്റി ഇതെല്ലാം തടയണ്ടെന്ന് ഏത് ബുദ്ധിജീവി പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഫഖാല നജാശി ഇത് കേട്ടപ്പോൾ പറഞ്ഞു ബാദനാലിക്ക് മർഹബൻ ബിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വബിമൻ ജിഇതും മിൻ ആരടുക്കൽ നിന്നാണ് നിങ്ങൾ ഇവിടത്തേക്ക് വന്നത് അവിടത്തേക്ക്. അഷ്ഹദു അന്നഹു റസൂലുള്ളാഹ് ആ വന്ന ആള് റസൂലാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. വഅന്നഹു അല്ലദീ നജിദു ഫിൽ ഇൻജീൽ അവരുടെ ചരിത്രങ്ങൾ ഇൻജീൽ നാം പഠിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. വഅന്നഹു റസൂലുള്ളദീ ബശ്ശറ ബിഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം എന്താക്കി സന്തോഷ വാർത്ത കൊണ്ട് തലക്കുട്ടി പറഞ്ഞ ആ റസൂൽ ഓർ തന്നെ എന്ന് പറഞ്ഞു. വല്ലാഹി ലൗലാ മാ അന ഫീഹി മിനൽ മുൽക്കി എനിക്ക് രാജാധികാരിയുടെ പല കാര്യം നടത്താനുണ്ട്, അതില്ലായിരുന്നുവെങ്കിൽ അതൈതു ഹാദൻ നബിയ ഈ നബിയിലേക്ക് പോകുമായിരുന്നു. ഹത്താ കൂന അനല്ലദി യഹ്മിലുന ഇലൈഹി അവരുടെ ചെരുപ്പ് തൂക്കുന്ന ആളാ ഞാൻ മാറും. ഇവിടെ ഒരുപാട് ഡ്യൂട്ടി ഉത്തരവാദിത്തങ്ങളുണ്ട്, അവിട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ കഴിയൂല. അമിലാക്ക് പകരം 2 ചെരുപ്പ് ചുംബിക്കുമായിരുന്നു. അപ്പൊ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. നബിയിലേക്ക് എന്താക്കി ഒരാഴ്ച ഓരോ കൗമ് എപ്പോൾ ഹീന ബലഗഹു മഖറജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അങ്ങനെ ഫഅതയൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ 2 ആൾ പോയി എന്നാണ് ഇവിടെ പറയുന്നത്. അക്സമ് നേരത്തെ പറഞ്ഞത് ഒരാളില്ലേ, അവർ നോക്കറ അത്തയാ എന്ന് പറയുമ്പോൾ 2 ആൾ വന്നില്ലേ. അപ്പൊ കൗമികളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും. ഫഖാലഹു എന്നിട്ടോ ആ 2 ആളും നബിയോട് പറഞ്ഞ് നഹ്നു റസൂലു അക്സം ബിൻ സൈഫ് അക്സം ബിനു സൈഫിന്റെ ദൂതന്മാരാണെന്ന് പറഞ്ഞു. അത് പറ്റും. വഹുവ യസ്അലുക ഈ അക്സം ചോദിക്കുന്നുണ്ട് മൻ അന്ത വമാ അന്ത വബിമജീത 3 ചോദ്യം. മൻ അന്ത വമാ അന്ത അതായത് ചോദ്യം ഒന്ന് മന്നുകൊണ്ടാ ചോദ്യം, ഒന്ന് മാ കൊണ്ടാ ചോദ്യം. മന്നുകൊണ്ട് എന്താകണം ദാത്തിനെ പറ്റി പരിചയപ്പെടുത്തണം, മാ കൊണ്ട് എന്താകണം വസ്തു പറയണം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ മൻ അന മൻ അനാക്കല്ലേ ഉത്തരം പറയേണ്ടത്. ഫഅന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് എന്ന് ബാത്ത് പറഞ്ഞു. വഅമ്മാ മാ അന നീ മാ അന എന്നുണ്ടല്ലോ അതിനുത്തരം അന അബ്ദുല്ലാഹി വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം
ജിഅ്തുകും ബിഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖൗലുമായി വന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഅ്ളുകും ലഅല്ലകും തദക്കറൂൻ എന്ന ആയത്തുമായി വന്നു. എല്ലാ അദില് കൊണ്ടും എല്ലാ ഹിസാൻ കൊണ്ടും അല്ലാഹു തആല കൽപ്പിക്കുന്നു. കുടുംബക്കാർക്ക് കൊടുക്കണം എന്ന് കൽപ്പിക്കുന്നു. ഫഹ്ശാ, മുൻകർ, ബഗ്യ മൂന്നും വിരോധിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഫഖാല, അപ്പോൾ ഇവർ രണ്ടാളും പറഞ്ഞു അവരോട്, നബിനോട്, റദ്ദിദ് അലൈന ഹാദൽ ഖൗല, ഒന്നും കൂടി ആവർത്തിക്കുന്നു. ഫറദ്ദദഹു അലൈഹിം, അങ്ങനെ തങ്ങൾ ആവർത്തിച്ചു. ഹത്താ അഹ്ലുഹു, അവർ കേട്ട് മനപ്പാടമാക്കി. എഴുതാനുള്ള കാലത്തൊന്നും ഉണ്ടാവില്ല, ഒന്നും കൂടെ പറഞ്ഞിട്ട് എന്നിട്ട് ഫാത്തജ അക്സമിലേക്ക് ഇവർ തിരിച്ചുപോയി. ഫഖാല ലഹു, അവരോട് രണ്ടാളും പറഞ്ഞു, അബ അൻയർഫഅ നസബഹു, നസബ തീർത്തു പറഞ്ഞിട്ടില്ല. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് പറഞ്ഞിട്ടുള്ളൂ. ഫസഅൽനാ നസബിഹി, നസബിനെ കുറിച്ച് ചോദിച്ചു. ഫവജദ്നാഹു സാകിയൻ നസബി, ഏറ്റവും മുന്തിയ നസബിയായിട്ടാണ് കണ്ടത്. അബ്ദുൽ മുത്തലിബ്, ഹാഷിം. വസതൻ, വസതനാണ് മധ്യനില. ഐ ഫി മുലർ, മുലർ കബീലയിലാണ് വസതൻ എന്ന് പറഞ്ഞ ശരീരൻ. വഖദ് റമാ ഇലൈനാ ബി കലിമാത്തിൻ, ഒരു കലിമാത്ത് ഞങ്ങൾ കിട്ടു വന്നിട്ടുണ്ട്. ഖദ് സമീഅനാഹ, അത് നമുക്ക് കേട്ടു. എന്നിട്ട് ഇത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി കൊണ്ടുവന്ന ദൗത്യാണത്. ഫലമ്മാ സമീഅഹുന്ന, അക്സം ഇത് കേട്ടില്ലേ. ഖാല ഇന്നി അറാഹു യഅ്മുറു ബിമകാരിമിൽ അഖ്ലാഖ്, മേത്തരം സൽസ്വഭാവങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്ന ആളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. വയൻഹാൻ മലായിമിഹ, മോശമായ കാര്യങ്ങൾ, ആക്ഷേപാർഹമായ കാര്യം വിരോധിക്കുന്നു എന്നും വന്നു. ഫകൂനു ഫീ ഹാദൽ അംറി, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിശ്വസിക്കണം, ഇതിന് മുമ്പന്മാരാകണം. വലാ തകുനു ഫീ, അതിനകത്ത് ബാലാകാൻ പാടില്ല. നിങ്ങൾ തലയാകണം, ബാലാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത്. അപ്പൊ രണ്ടാളാരാന്ന് പേര് കിട്ടിയില്ല. ചരിത്രം നോക്കിയാൽ കിട്ടും. അത് മുപ്പത് ചുരുക്കിയിട്ടാണ് ആദ്യം മാറ്റർ മാത്രം പറയുന്നുണ്ടാണ്. ചുരുക്കത്തിൽ കൊണ്ടുവന്നത് ഹുവൽ മഅഖൂലുൽ മുഹ്കം, അത് എന്താണ്, മഅഖൂലുമാണ്, മുഹ്കമുമാണ്. ലിദാ, ഇത് കാരണത്താലാണ് ഇസ്തസ്ലമത് ലഹു അഹ്ലുൽ അഫ്കാരി വൽ ഖൗൽ, ബുദ്ധിജീവികൾ എന്താക്കിയത്, തസ്ലീമാക്കിയത്. വലാ യുംകിനു അൻ യകൂന ഫീമാ ജാഅ ബിഹി, തങ്ങൾ കൊണ്ടുവന്ന ഒരു കാര്യത്തിൽ ഉണ്ടാവൽ മുംകിനല്ല. മുനാഖലാത്തുൻ അഖലിയത്തുൻ, അഖലിന്റെ വൈരുദ്ധ്യമുണ്ടല്ലോ, ഉണ്ടാവില്ല. ഔ മുഹാലാത്തുൻ ഫിക്രിയത്തുൻ, അല്ലെങ്കിൽ ഫിക്റിൽ മുഹാലായ കാര്യം അസ്ലൻ തീരെ ഉണ്ടാവില്ല. വലാകിൻ ഖദ് യഅതി ബിഅളായിമ മിനൽ ഹിക്മത്തിൽ ആലിയത്തിസ് സാമിയ, ഉന്നതമായ വളരെ മെച്ചമായ ഹിക്മത്തിന് എന്താക്കും, തങ്ങൾ വമ്പിച്ച ഹിക്മത്തുകൾ കൊണ്ടുവരുന്നു. അല്ലത്തി തഅജിസുൽ ഉഖൂലുൽ ബശരിയ്യ, ബശരിയ്യായ ഉഖൂൽ പരാജയപ്പെടും. അതിൽ ഇഹാത്തത്ത് ബി, അതിന്റെ മുഴുവൻ കാര്യങ്ങൾ അറിയില്ല തൊട്ടിട്ട്. ഹുദൈബിയ സന്ധ്യ നോക്കിയാൽ പോരെ, ശത്രുക്കളെ പറഞ്ഞ പോലെ കീഴ് അങ്ങനെ ഇരിക്കുന്നു. ആദ്യം മായ്ച്ച് തിരുത്തിയിട്ടാണ്. എല്ലാവർക്കും ദേഷ്യം പിടിക്കൂലേ. പക്ഷെ അതിന് പിന്നാലെന്തായി, അതിൽ തന്നെ ഏറ്റവും കടുപ്പം കൂടിയതാന്ന്, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും വന്നാൽ നമ്മളും അല്ല, നമ്മളെ വക്ക നിങ്ങളിലേക്ക് വന്നാൽ തിരിച്ചേക്കണോ, അങ്ങ് ഇങ്ങോട്ട് വന്നാൽ തിരിച്ചാക്കില്ല. അപ്പൊ അതെന്നെ നീതി ഇല്ലാത്ത ഒറ്റത്തപ്പയില്ലേ. ഇന്നലെ ചോദിച്ചാൽ ഞാൻ അല്ലാഹ് റസൂലല്ലേ, ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അതിൻ്റെ മുഴുവൻ അസ്റാറുകളും പൂർണ്ണമായി അറിയലും സാധ്യമാകും. അപ്പം നമുക്ക് അക്കല്, നമ്മുടെ അക്കല് കുറഞ്ഞതുകൊണ്ടാണ്. അതിനെ തൊട്ട് അക്കലുകൾ ലഈഫായിട്ടുണ്ട്. അതേതിന് ഉദാഹരണം, കമാ തളഅഫുൽ അബ്സാറു, കണ്ണുകൾ ലഈഫാകാറില്ലേ. അനിത്തഹദീഖ് ഫീ ളിയാഇ ശംസി, സൂര്യന്റെ മുഴുവൻ രൂപം കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയാൽ എന്താ ഉണ്ടാകുന്നത്, കണ്ണ് കത്തിപ്പോയില്ലേ. വല്ലിഹാത്തത്ത് ബിനൂരിഹ, അതിന്റെ നൂറ് കൊണ്ട് പൂർണ്ണമായി അറിയണമെന്ന് വെച്ചാൽ വന്നമാ തറൽ അബ്സാറു മിൻ നൂരി ശംസി,
സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് അബ്സാറുകൾ കാണുന്നത് മാലാ യസഉഹ ഇൻകാറുഹു, അത് ഇൻകാറാക്കാട്ട് സാധ്യമല്ല. നല്ല ഉദാഹരണം പറഞ്ഞത്. സൂര്യന്റെ വെയിലും ചൂടിതെല്ലാം കാണുന്നുണ്ട്, എന്നാൽ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പൂർണ്ണമായി കാണണം എന്ന് പറഞ്ഞാലോ കണ്ണു പരാജയപ്പെട്ടു. വലാകിന്നഹാ ലാ തസ്തതിഉ ഇദ്റാകഹു വഇഹാതതുഹു, അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളലും അത് വലയം ചെയ്യലും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഫശരീഅത്തുൽ മുഹമ്മദിയ്യത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഹ്കാമുല്ലാഹി തആല, അല്ലാഹുവിന്റെ അഹ്കാമുകളാണ്. വഇന്ന അഹ്കാമുല്ലാഹി തആല സാദിറത്തുൻ അൻ ഇൽമിഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ ഇൽമിൽ നിന്നാണ് കൊടുക്കുന്നത്. അൻസലഹു ബി ഇൽമിഹി എന്ന് പറഞ്ഞിട്ടില്ലേ? എന്ത് വേണമെന്ന് അല്ലാഹു തആല ഇൽമിനെ തൊട്ടാണ് എന്താക്കുന്നത്, ഇറങ്ങുന്നത്. ഹിക്മത്തി വഅന്നാ ലിൽ മഖ്ലൂഖ് അൻ യുഹൈതം ഇൽമൻ ബിദാലിക കുല്ലി, അപ്പൊ മഖ്ലൂഖിന് ആ ഇൽമ മുഴുവനും ചുറ്റി അറിയുക എന്നുള്ളത് എപ്പോഴാണ് സാധ്യമാകുക? പിന്നെന്താ, ചെറിയൊരു അംശം തുറന്നത് കൊണ്ട് അത്ര ഉണ്ട്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അത് ജലാലത്താണ്. ഇല്ലാ ബിമാ ശാഅ, ജമാലിയത്താണ്. കുറച്ചുണ്ട്, അതിന് പഠിച്ചോ. അക്കലും പഞ്ചേന്ദ്രിയങ്ങളിലും ഉസ്താദന്മാരുടെ ഉപയോഗത്തിൽ കിതാബിൽ നോക്കിയിട്ട് പഠിച്ചോ. ഇല്ലാ ബിമാ ശാഅ ഇല്ലായിരുന്നുവെങ്കിൽ ആർക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ജലാലും ജമാലും ഉണ്ടെന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ തങ്ങളുടെ ഇൽമിന്റെ വിശാലത എന്ന്. സഅതു ഇൽമിഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കസറത്തു ഉലൂമിഹി അല്ലതി ലാ യുഹ്സിഹാ ഇല്ലല്ലാഹ്. അല്ലാഹു തആലാക്ക് അല്ലാണ്ട് അതിനെ പൂർത്തിയാക്കാൻ സാധിക്കൂല. അല്ലദീ അഫാലഹ അലൈഹി, ആയ അല്ലാഹു തആലയാണ് ചൊരിഞ്ഞു കൊടുത്തത്, വേറെ പടപ്പളമൊക്കെ കിട്ടിയതല്ല. കാനർ എപ്പോഴും ഇങ്ങനത്തെ ഒരു ദുസ്വഭാവം വന്ന് ഇൻവെർട്ടറില്ലേ ഇലക്ട്രിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടോ? قال رسول الله صلى الله عليه وسلم واسع العلم, ഇൽമി വിശാലമായവരാണ്. അലീമൽ ഫഹ്മി, ഫഹ്മ് വളരെ അലീമാണ്. അഫാലല്ലാഹു തആല അലൈഹിൽ ഉലൂമൻ നാഫിഅത്തൽ കസീറ, ധാരാളം നാഫിആയ ഉലൂമുകളെ അല്ലാഹു തആല തങ്ങൾക്ക് ചൊരിഞ്ഞു കൊടുത്ത്, വൽ മആരിഫൽ ആലിയത്തൽ വഫീറ, സമ്പൂർണ്ണമായ മാരിഫത്തുകളെയും ചൊരിഞ്ഞു കൊടുത്ത്, വഖദ് അഅലനല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വെളിവാക്കി ബിസഅത്തി ഇൽമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ഇൽമിന്റെ വിശാലത, വഅലമ ബിഅളീമി ഫദ്ലിഹി, അല്ലാഹുവിന്റെ അളീമായ ഫദ്ലി അറിയിച്ച. ഫഖാല വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മത വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അലീമാ. വരെ അൽ കിതാബിനെ തങ്ങളുടെ മേൽ ഇറക്കി, അല്ലേ, അൽ ഹിക്മത്തിനെയും ഇറക്കി, തങ്ങൾ അറിയാത്ത കാര്യം അറിയിച്ചു തന്നു. ഇങ്ങനെ കേട്ടിയാൽ വകാന ഫദ്ലുല്ലാഹി അലൈക അലീമാ. അപ്പോൾ ഫഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ളമു ഖൽഖില്ലാഹ്, അല്ലാഹുവിൻ്റെ പടപ്പുള കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഇൽമുടയവർ തങ്ങളാണ്. വഅറഫുഹും ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും മഅരിഫത്തുള്ളവരുമാണ്. കമാ വറദ ഫി സ്വഹീഹൈനി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന അത്ഖാകും വഅലമകും ബില്ലാഹി അനാ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും തഖ്വയുള്ളവരും അതുപോലെ അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവരും ഞാൻ തന്നെയാകുന്നു എന്നാണ് പറഞ്ഞത്. വഫീ റിവായത്തിൽ അസീലി അന അഅറഫുകും ബില്ലാഹ്, അത് മാനയിലൊന്നും തന്നെ. ഇനി വമൻ തദബ്ബറ ഫീ തആലീമില്ലാഹി തആല ലിറുസുലിഹി വഅംബിയാഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾക്കും അംബിയാക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കലെന്ന് കണ്ടാൽ, സലവാത്തുല്ലാഹി തആല അലാ നബിയിന വഅലൈഹിം, എങ്ങനത്തെ താലീമ്? അൽ വാരിദത്തി ഫിൽ ഖുർആനിൽ കരീം, ഖുർആനുൽ കരീമിൽ വാരിദായത്. യത്തളിഹു ലഹു, ആ തദബ്ബുർ ചെയ്ത മനുഷ്യനിക്ക്, മൻ തദബ്ബറല്ലേ,
തിരിയും അന്ന സയ്യിദന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദ് അല്ലമഹുല്ലാഹു തആല ഉലൂമൻ തങ്ങൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനത്തെ ഉലൂമ്? ഹിയ അക്സറു വഅഫറു വഅജ്മഉ വഅഅമ്മു, വളരെ വിശാലമായ ഇൽമ്, ഏറ്റവും സമ്പൂർണമായ ഇൽമ്, ഏറ്റവും വർദ്ധിച്ച ഇൽമ് മറ്റുള്ള അമ്പിയാക്കൾ കൊടുത്തതിനേക്കാൾ കൊടുത്തിട്ടുണ്ട്. വദാലിക, അതെന്താ തെളിവ്? ലിഅന്നഹു സുബ്ഹാനഹു വതആല ഖാല വഅല്ലമക മാ ലം തകുൻ തഅലം, തങ്ങൾ അറിയാത്ത ഒന്ന് പഠിപ്പിച്ച്. മാ എന്നുള്ളത് അമ്മ. അപ്പൊ ആ മാക്ക് വസ്ഫ് എന്താ പറഞ്ഞത്? ലം തകുൻ തഅലം, തങ്ങൾ അറിയപ്പെടാത്തത്. തങ്ങൾ അറിവിൽപ്പെടാത്തത് പഠിപ്പിച്ചു എന്ന് പറയുമ്പോ എല്ലാം പഠിപ്പിക്കാം. അപ്പൊ ഫജീഅ ബിമാ, മാനെ കൊണ്ടുവന്നു. അല്ലത്തിഹിയ ഉലിൽ ഉമൂമി വശുമൂൽ, എല്ലാത്തിനും ഉൾപ്പെടുത്താനുള്ള ഒരു വാക്കാന്ന് മാ എന്ന് പറഞ്ഞ സാധനം. ലിതഉമ്മ ജമീഅൽ ഉലൂം, എല്ലാ ഉലൂമിനെയും ആമാക്കണം. അല്ലത്തി അല്ലമഹല്ലാഹു തആല ലിറുസുലിഹി വഅംബിയാഇ, മറ്റുള്ള മുർസലീങ്ങൾക്കും മറ്റുള്ള അമ്പിയാക്കൾക്കും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത ആ മുഴുവനും എന്താക്കണം? തങ്ങൾക്ക് ചൊരിഞ്ഞു കൊടുക്കണം. വലിതശ്മല ഗൈറഹാ മിനൽ ഉലൂമി, അതുപോലെ മറ്റുള്ള ഉലൂമുകളെയും ഉൾക്കൊള്ളിക്കണം. അല്ലത്തി അഫാദഹല്ലാഹു സുബ്ഹാനഹു വതആല അലൈഹി, തങ്ങൾക്ക് ഖാസായി ചൊരിഞ്ഞു കൊടുത്തതിന്. റവൽ ഹാഫിളു, ഹാഫിള് റിപ്പോർട്ട് ചെയ്തു. ആര്? അബൂബക്കർ ആയിദ് റളിയല്ലാഹു അൻഹു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ലമ്മാ വുലിദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ ജനിച്ചപ്പോൾ ഖാല ഫീ ഉദുനിഹി റിളവാനു ഖാസിനുൽ ജിനാൻ, സ്വർഗത്തിന്റെ ഖാസിനായ റിളവാൻ എന്ന മലക്ക് തങ്ങളെ ഖാദിലി. അബിശിർ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ സന്തോഷിക്കണം. ഫമാ ബഖിയ ലിനബിയ്യിൻ ഇൽമുൻ ഇല്ലാ വഖദ് അഅതൈതഹു, ഒരു നബിക്കും ഒരു ഇൽമും അല്ലാഹു തആല ബാക്കി വെച്ച് തങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ലാത്തത്. അതുകൊണ്ട് ഫഅൻത അക്സറുഹും ഇൽമൻ വാസിജഹും ഖൽബാ, ഇൽമിനാൽ ഏറ്റവും വർദ്ധിച്ചവരും കൽബ് വളരെ ധീരതയും ശക്തിയും കൂടിയവരാണ്. അവർ ദാലികൽ അലാമത്തുൽ ഖസ്തലാനി ഫിൽ മബാൻ. വജാഅ ഫി സഹീഹൈനി, ബുഖാരിയിലും മുസ്ലിമിലും വന്നു സഹീനി. വല്ലഫ്ദു ലിമുസ്ലിമിനോട് പറയുന്ന ലഫ്ദ് മുസ്ലിമിൻ്റെതാണ്. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്നന്നാസ ഫസഅലു നബിയല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോട് ചോദിക്കാൻ തുടങ്ങി. ഹത്താ അഹഫഹു ബിൽ മസ്അലതി, ചോദ്യം കൊണ്ട് എന്താ വർധനവായി. ചോദ്യം. അയക്തറു അലൈഹിൽ അസ്ഇല, അങ്ങനെ ഫഖറദ ദാത യൗമിൻ, ഒരു ദിവസം തങ്ങൾ പുറത്തു വന്ന് ഫസൈദൽ മിമ്പറിൽ കയറി. ഫഖാല സലൂനി, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. ലാ തസ്അലൂനി അൻ ഷൈഇൻ ഇല്ലാ ബയ്യൻതുഹു ലക്കും, എന്ത് കാര്യം ചോദിക്കുന്നുവോ അതിനെ ഞാൻ എന്താക്കും? വെളിവാക്കാണ്ടിരിക്കൂല. വഫീ റിവായത്തിൻ ഇല്ലാ അഖ്ബർതുകും ബിഹി, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടല്ലാതെ മാ ദുംതു ഫീ മഖാമി ഹാദാ, ഈ മഖാം നിൽക്കുന്ന കാലത്തോളം പറഞ്ഞത് രണ്ടൊന്നും ഒഴിവാക്കൂല. ഫലമ്മ സമിഅൽ ഖൗമു, ഖൗമിത് കേട്ടപ്പോൾ അറമ്മു എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നു. എന്തോന്ന് പേടിച്ചുപോയി, തങ്ങൾക്ക് എന്തോ ഇഷ്ടപ്പെടാത്ത വന്നോ എന്നുള്ളത് പേടിച്ചു. സകത്തു വറഹിബു ഐ ഖാഫു, പേടിച്ച്. അയ്യക്കൂനു ബൈന യദി അംറിൻ ഖദ് ഹലർ, ഇവിടെ ഹാജരായ എന്തോ ഒരു സംഭവത്തിന്റെ മുമ്പിൽ നാം എത്തിപ്പോയല്ലോ. ചോദ്യം വർദ്ധിച്ചപ്പോൾ അങ്ങനെയല്ലേ, എന്തും ചോദിച്ചോന്നു. ഫജഅൽതു അൽതഫിതു യമീനൻ വശിമാലൻ, എന്താ ഞാൻ ബലഭാഗത്തും മടഭാഗത്തും നോക്കി. ആരാണ്? അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത്. ഫൈദാ കുല്ലു റജുലിൻ ലാഫൻ റഅസഹു ഫീ സൗബിഹി, എല്ലാവരെയും കാണുന്നത് അവരുടെ തലയെന്താക്കിയെന്നറിയോ, തുണിയിൽ ഒളിപ്പിച്ചിട്ട് എബിക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ എന്തോ അതപകേട് വന്നുപോയി എന്ന് ഓർക്കൊരു പേടി തോന്നി. ഫാൻഷ റജുലുൻ മിനൽ മസ്ജിദി കാന യുലാഹി ഫയുആ ലിഗൈരി അബീഹി കാന യുലാഹ, ജനങ്ങളെന്താക്കും ഒരു തമാശക്കുന്ന ഒരാൾ, അതുപോലെ ഉപ്പ എല്ലാത്ത ആളിലേക്കാണ് ഓരോ വിളിക്കപ്പെടുന്നത്. അപ്പോൾ ശരിയായ ഉപ്പാരാന്ന് തിരിക്കും. അതിനെന്താക്കി? ഫക്കാല യാ നബിയല്ലാഹ് മൻ അബീന്ന് ചോദിച്ചു. ഇപ്പം സംശയം തീർക്കാനാ. കാല അബൂക ഹുദാഫ എന്ന് മറുപടി കൊടുത്തു. ആർക്കറിയാത്ത ഉറപ്പാര പേര്. സുമ്മാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഫഖാല റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ
وبمحمد صلى الله عليه وسلم رسولا عائذا بالله من سوء الفتن. റളിയല്ലാഹു അൻഹു എല്ലാവർക്കും വേണ്ടി മാപ്പ് പറയുന്നത്. فقال رسول الله صلى الله عليه وسلم പറഞ്ഞു ലം അറ കൽ യൗമി ഇന്നത്തെ ദിവസം പോലെ ഞാൻ കണ്ടിട്ടില്ല ഖത്തു ഫിൽ ഖൈരി വശരി ഖൈറിലാവട്ടെ ഷറിലാവട്ടെ. എന്താണ്? ഇന്നി സുവ്വിറതു ലിയൽ ജന്നത്തു വന്നാറു സ്വർഗവും നരകവും എൻ്റെ മുമ്പിൽ തസ്വീറാക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പം എന്താ, ഈ സ്വർഗം കാണുമ്പം ഖൈറായി, നരകം കാണുമ്പോൾ ഷർറുമായി. അപ്പോൾ ലഫനശ്ര മുറത്തമ് ഫറായിതുഹുമാ, ഞാൻ അത് രണ്ടും കാണുന്നു. ദൂന ഹാദൽ ഹൈത്തി, ഈ ചുമരിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഫൽ യഅ്തബിരിൽ മുഅ്തബിറു ഫീ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കിൽ ഒന്ന് പരിഗണിക്കട്ടെ. ലാ തസ്അലൂനി അൻ ഷൈഇൻ ഇല്ലാ ബയ്യൻതുഹു ലക്കും. ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ, എന്ത് ചോദിച്ചാലും ഉത്തരം പറയും. അപ്പോൾ ചോദിക്കാന്ന് വെച്ചാലും തങ്ങൾക്ക് ബുദ്ധിമുട്ടാവെന്ന് വെച്ചിട്ട് സഹാബത്ത് പേടിച്ചത്. ഇതോടൊപ്പം തന്നെ ഫഖദ് അമറഹുല്ലാഹു തആല യസ്അലുഹു സിയാദത ഫിൽ ഇൽം, ഇൽമിന് വർധനവ് ഉണ്ടാവണം ദ്വാരക്കാനും പറഞ്ഞു. ഇതെന്തായിരിക്കും? അതിനേറ്റവും सब गैबो शहादत की असरार तुम पर मुंकशिफ है दाइमन अबदन. क़ाल अल्लाहु तआला वक़ुल रब्बि ज़िदनी इल्मा. അവ എപ്പം ചോദിക്കുന്നതോറും കൊടുക്കുന്നുണ്ടാവും. വലം യഅ്മുറുല്ലാഹു സുബ്ഹാനഹു വതആല റസൂലഹു, തങ്ങളോട് എന്തില്ല കൽപ്പിച്ചിട്ടില്ല. യസ്അലുഹു സിയാദത മിൻ ഷൈഇൻ, ഒന്നിൻ്റെയും വർധനവ് വേണമെന്ന് പറഞ്ഞില്ല. ഇല്ല സിയാദത മിൻ ഇൽമിൻ്റെ സിയാദത്ത് ഒഴികെ. فلذلك كان صلى الله عليه وسلم يدأب في دعائه, ദുആയിൽ എന്താക്കും തങ്ങൾ പതിവാക്കും ബിസിയാദത്തിൽ ഇൽമി, ഇൽമിൻ്റെ സിയാദത്ത് കൊണ്ട്. ലൈലഹു വനഹാറഹു, രാത്രിയും പകലും. وإذا استيقظ في النوم في الليل, രാത്രിയിൽ എണീച്ചാൽ എന്താ? قال لا إله إلا أنت سبحانك اللهم وبحمدك أستغفرك اللهم لذنبي وأسألك رحمتك اللهم زدني علما ولا تزغ قلبي بعد إذ هديتني وهب لي من لدنك رحمة إنك أنت الوهاب كما في صحيح مسلم وغيره. وروى الترمذي وابن ماجه بسند حسن عن أبي هريرة رضي الله عنه أنه صلى الله عليه وسلم دعا فقال اللهم انفعني بما علمتني وعلمني ما ينفعني وزدني علما والحمد لله على كل حال وأعوذ بالله من حال أهل النار. وكما أنه صلى الله عليه وسلم دائم الترقي في العلوم والمعارف الإلهية, ഇലാഹിയായ മാരിഫത്തുകളിലും മറ്റുള്ള ഉലൂമുകളിലും തങ്ങൾ എപ്പോഴും ഉന്നതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. തതവാറദു അലൈഹിൽ ഫുയൂലാത്തുൽ ഇലാഹിയ്യത്തു വൽ ഫുതൂഹാത്തുർ റബ്ബാനിയ്യ, റബ്ബിൻ്റെ ഫുതൂഹാത്തുകളും ഇലാഹിൻ്റെ ഫുയൂലാത്തുകളും തങ്ങളെ പേരിൽ ഇങ്ങനെ വന്ന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. كما جاء في صحيح مسلم عن عياض بن حمار المجاشعي أن رسول الله صلى الله عليه وسلم قال إن ربي أمرني أن أعلمكم ما جهلتم, നിങ്ങൾ ജാഹിലായ എന്ത് കാര്യങ്ങളും എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടി എന്നെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മിമ്മ അല്ലമനി ഫീ യൗമി ഹാദാ, എൻ്റെ ഈ ദിവസത്തെ അള്ളാഹ് പഠിപ്പിച്ച അന്ന ഇൽമിൽ നിങ്ങൾക്കറിയില്ല. അതെന്താക്കും പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഓരോ ദിവസത്തിലും തങ്ങൾ കയറുന്നുണ്ട്. അല്ല കുല്ലത്തൗമിൻ തലഅത്ത് അലൈഹി ശംസു ലാ അസ്ദാദ ഫീഹി ഇൽമൻ വലാ ബൂരിക ലഹു ഫീ സബീഹത്തി ദാലിക്കൽ യൗം, സൂര്യൻ ഉദിക്കാനുള്ള ഏത് പകലിലും ഇൽമ് ഏറിയിട്ടില്ലെങ്കിൽ ആ ദിവസത്തിൽ ബറക്കത്തില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല. ഇനി ഫഫീ കുല്ലി യൗമിൻ യുഫീദുല്ലാഹു തആല ഉലൂമൻ വമആരിഫ, ഉലൂമുകളെയും മാരിഫത്തുകളെയും അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കും. വഖദ് അമറഹുല്ലാഹു തആല യുഅല്ലിമൻ നാസ മിൻ ബഅലി ദാതിൽകൽ ഉലൂമി, ആ ഉലൂമിൻ്റെ ബാധയെ പഠിപ്പിക്കാൻ കൽപ്പനയുള്ള എല്ലാം പഠിപ്പിക്കാൻ കൽപ്പനയില്ല. അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഇന്നത് പഠിപ്പിക്കണമെന്ന് ഏൽപ്പിച്ചാൽ ആൾ ഓതി തൗദീശ പഠിപ്പിച്ചു കൊടുക്കില്ല.
നീ മുത്തഫാറ്റിത് ക്ലാസ് എടുക്കണം എന്നാണ് തഹഫ കിതാബ് കൊടുക്കുമോ? അൽ മുഫാലത്ത് അലി ഹസ്ബമായി ഹത്താജൂന അവർക്ക് ആവശ്യമുള്ള കണക്കനുസരിച്ചും വയതഹമ്മലൂന അവർക്ക് വഹിക്കാവുന്ന അളവനുസരിച്ചും വയസ്തഹിദ്ദൂന അലൽ വജ്ഹില്ലദി അമറഹുല്ലാഹ് അത് അവർ എന്തിനാ യതഹമ്മലൂന വയസ്തഹിദ്ദൂന അലൽ വജ്ഹില്ലദി അമറഹുല്ലാഹു തആല ബിഹി അല്ലാഹു തആല കൽപ്പിച്ച വജ്ഹനുസരിച്ച് പഠിപ്പിക്കുന്നു. അപ്പോൾ അലന്തിൻ്റെ മുകളിൽ അയ്യുഅല്ലിമ ഞാൻ നോക്കിയില്ല. അലൽ വജ്ഹിന്റെ അലാന താലൂക്ക് എടുത്തേക്ക് അയ്യുഅല്ലിമ എന്നല്ലാണ്ട് യസ്തഇദ്ദൂന ഇസ്തഇദാദ് കൽപ്പിക്കപ്പെട്ട സാധനമല്ലല്ലോ. ഹാദാ وإن أحدا من خلق الله تعالى لا يستطيع أن يحيط بأبواب علوم سيدنا رسول الله صلى الله عليه وسلم തങ്ങളുടെ ഉലൂമിനെ മുഴുവനും അറിയാൻ പടപ്പൾക്ക് കഴിയൂല. അപ്പം അതിൻ്റെ ജുസിയാത്ത് നോക്കിയിട്ട് എന്നാൽ പിന്നെ വലാബി അൻവാഹ എൻ്റെ നൗ അറിയാവോ? നൗകാകുമ്പോൾ കുറച്ചും കൂടി എന്താക്കാം എണ്ണം കുറക്കാല. അതുമില്ല. അതിനെ കാണാം വല അജ്നാസിഹ എൻ്റെ ജിൻസ്. അപ്പം ജിൻസും അറിയില്ല, നൗവും അറിയില്ല, അഫ്രാദും അറിയില്ല. ലാ യുഹീതു ബിദാലിക ഇല്ലല്ലാഹ് അല്ലാഹു തആലാക്കല്ലാണ്ട് അറിയൂല. അല്ലദീ അഫാദ അലൈഹി ജമീഅ ദാലിക ഇത് മുഴുവൻ ചോദിച്ചു കൊടുത്ത അള്ളാഹ്ക്ക് അറിയില്ല. അതുകൊണ്ട് വഇന്നനി അദ്കുറു ബഅദൽ വുജൂഹി ചില വജുഹ് ഞാൻ പറയാം കുറച്ച് മിനൽ ഹുജജി ദാല്ലത്തി അലാ സഅത്തി ഇൽമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാലത്തിൻ്റെ മേൽ അത് അറിയിക്കും. കസറത്ത് ഉലൂമിൻ്റെ മേലും അതെന്തിനാണ് യതഅല്ലമൽ ജാഹിലു ജാഹിലുണ്ടെങ്കിൽ അറിയട്ടെ തങ്ങൾ സാധാരണ ആളല്ല എന്നറിയട്ടെ അല്ലേ. വലിയതനബ്ബഹൽ ഗാഫിലു ഗഫലത്തിൽ കഴിയുന്നവൻ ഒന്ന് ഉണരട്ടെ. വലിയസ്ദാദ ഈമാനുൽ മുഅ്മിനിൽ കാമിൽ കാമിലായ ഒരു മുഅ്മിൻ ഉണ്ടെങ്കിൽ ഈമാൻ ഏറട്ടെ. ഇൽമുൽ യഖീൻ എന്താവട്ടെ, ഐനുൽ യഖീൻ ആവട്ടെ. ഐന് പോയിട്ട് എന്താക്കണം? ഹക്കാവട്ടെ. അല്ല ബിഹാദർ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടിട്ട് അദ്ദലീലുൽ അവ്വലു അതിനവിടെ വെക്കാം ഇൻഷാ അല്ലാഹ്. മറ്റേതൊന്നുമില്ല.